അതിൽ കിതാബ് സ്വലാ നിസ്കാരം എന്ന ഭാഗത്ത് ബാബുൽ അദാനി വൽ ഇഖാമ ബാഗും ഇഖാമത്തും എന്ന അധ്യായമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 16 ഉപാധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇനി അൽ ഫസ്ലു സാബിഉ അശർ 17ാമത്തെ ഉപാധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മാ യുസ്തഹബ്ബു ലിമൻ യസ്തമിഉൽ അദാൻ ബാങ്ക് കേൾക്കുന്ന ഒരാൾക്ക് എന്തെല്ലാമാണ് സുന്നത്തുള്ളത് എന്നാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ബാങ്ക് വിളിക്കുന്ന ആൾക്കുള്ള സുന്നത്തുകളാണ്. സുന്നത്തുകളും ഫർദൊക്കെ പറഞ്ഞു. വിളിക്കുന്ന ആൾ പാലിക്കേണ്ട കാര്യങ്ങൾ: ശബ്ദം ഉയർത്തുക, ഉയർന്ന സ്ഥലത്താവുക, ഖിബ്ലക്ക് തിരിയുക, വുദൂ വേണോ വേണ്ടയോ, ഇരുന്നു കൊണ്ട് പറ്റുമോ തുടങ്ങി വ്യത്യസ്തമായ മസ്അലകൾ നമ്മുടെ ചർച്ചയിൽ വന്നു. ഇനി ബാങ്ക് കേൾക്കുന്ന ആൾക്ക് എന്തെല്ലാം സുന്നത്തുണ്ട്. ബാബു മാ യുസ്തഹബ്ബു ലിമൻ യസ്തമിഉൽ അദാൻ ബാങ്ക് കേൾക്കുന്ന ഒരാൾക്ക് സുന്നത്താകുന്ന കാര്യങ്ങൾ എന്ന ഉപാധ്യായം 1335 മസ്അലയാണ് അതിൽ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. യുസ്തഹബ്ബു ലിമൻ സമിഅൽ മുഅദ്ദിന അൻ യഖൂല കമാ യഖൂൽ ബാങ്ക് വിളിക്കുന്നവനെ കേട്ട ഒരാൾ അയാൾ പറയുന്ന പോലെ പറയൽ സുന്നത്താകുന്നു. ബാങ്കിന് ഇജാബത്ത് ചെയ്യാം. മുഅദ്ദിൻ എന്താണോ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ ഏറ്റുപറയുക, അത് സുന്നത്താണ്. വഹാദ മുജ്മഉൻ അലൈഹി ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം ഉണ്ട്. ലിഖൗലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്. ഇദാ സമിഅ്തുമുൻ നിദാഅ ഫഖൂലു മിസ്ല മാ യഖൂൽ നിങ്ങൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അയാൾ പറയുന്ന പോലെ നിങ്ങളും പറയുവീൻ എന്ന് ഹദീസിൽ വന്നു. ഫഖൂലു മിസ്ല മാ യഖൂൽ മുഅദ്ദിൻ പറയുന്ന പോലെ നിങ്ങൾ പറയുക. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ അത് വ്യക്തമാണ് ഇക്കാര്യം സുന്നത്താണ് എന്നുള്ളത്. ബാങ്ക് നിങ്ങൾ കേട്ടാൽ ബാങ്ക് വിളിക്കുന്നത് പറയുന്നത് പോലെ നിങ്ങൾ പറയുക എന്നാണ് ഹദീസിൻ്റെ വാചകം. ഫൈദാ അത്തൽ മുഅദ്ദിനു ബിജുംലത്തിൻ മിൻ ജുമലിൽ അദാൻ ഖാലൽ മുസ്തമിഉ മിസ്ലഹ് അപ്പോൾ ബാങ്ക് വിളിക്കുന്ന ആൾ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അതേ വാചകം അതേപോലെ കേൾക്കുന്ന ആളും പറയുകയാണ് വേണ്ടത്. അപ്പോൾ ബാങ്ക് കഴിഞ്ഞിട്ടൊന്നാകെ ഇജാബത്ത് ചെയ്യതല്ല എന്നർത്ഥം. ബാങ്ക് കഴിഞ്ഞു അവസാനം കഴിഞ്ഞിട്ട് നമ്മളൊന്നാകെ തലക്കുന്നത് വീണ്ടും നമ്മൾ ബാങ്ക് കൊടുക്കുക അതല്ല. മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മുഅദ്ദിൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അതേപോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് അതിലെ സുന്നത്ത്. വയുസ്തസ്നാ മിൻ ദാലിക ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടും അൽ ഹൈഅല ഹൈഅലകൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഹൈഅല നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. എന്താണ് ഹൈഅല? ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ്. കാരണം ഈ ഹദീസ് വന്നത് ഫഖൂലു മിസ്ല മാ യഖൂൽ എന്നാണ്. അയാൾ പറയുന്ന പോലെ പറയുക. അപ്പം അതുപ്രകാരം അയാൾ ഹയ്യ അലൽ സ്വലാ എന്ന് പറഞ്ഞാൽ നമ്മളും ഹയ്യ അലൽ സ്വലാ എന്നാണ് പറയേണ്ടത് ആ ഹദീസ് പ്രകാരം. എന്നാൽ അതിൽ വ്യത്യാസമുണ്ട്. അതാണ് അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. വയുസ്തസ്നാ മിൻ ദാലിക അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും അൽ ഹൈഅല ഫയഖൂലുൽ മുസ്തമിഉ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അതിൽ കേൾക്കുന്നവൻ പറയേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പറയേണ്ടത്. ലിസുബൂതി ദാലിക അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവിടെ നമ്പർ 4 കാണാം. റവാഹു മുസ്ലിം ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹിൽ 385 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഹയ്യ അലൽ സ്വലാ എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പറയേണ്ടത്. ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പറയേണ്ടത്. അപ്പം നേരത്തെ പറഞ്ഞ ഹദീസ് പ്രകാരം ബാങ്ക് വിളിക്കുന്നവനെ കേട്ടാൽ അതുപോലെ പറയുക, അതാണ് അസ്ലി. ഈ 2 വാചകങ്ങളിൽ മാത്രം വ്യത്യാസമുണ്ട്. അവിടെ അതുപോലെ പറയല്ല വേണ്ടത്, അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക എന്ന് നബി തങ്ങൾ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ അതാണ് പിന്നെ സുന്നത്ത്. അപ്പോൾ ഇവിടെ ഒരു സംശയം, ഫഖൂലു എന്നാണല്ലോ, നിങ്ങൾ പറയുവീൻ എന്നാണ് ഹദീസ് വന്നത്.
പടയുവീൻ എന്നുള്ളത് അമ്രാണ്, കൽപ്പന ക്രിയയാണ്. അമ്രാകുമ്പോൾ അമ്ര അസല് ഏതർത്ഥമാണ്? വുജൂബനാണ്. അമ്രിന്റെ അസല് വാജിബാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ മേലെ പറഞ്ഞത് കേൾക്കുന്ന ആളെന്ന് പറയുന്നത് സുന്നത്താണെന്നാണല്ലോ. ഇപ്പൊ സുന്നത്താണെന്ന് പറഞ്ഞാൽ മതിയോ? ഇത് നിർബന്ധമെന്ന് പറയേണ്ടതില്ലേ? വേണ്ട. എന്തുകൊണ്ട്? വലാ യജിബു ദാലിക കുല്ലു, ഇതൊന്നും വാജിബായ കാര്യമല്ല. ഫീ ഖൗലിൽ ജുംഹൂർ, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും വീക്ഷണപ്രകാരം ബാങ്കിന് ഇജാബത്ത് ചെയ്യുക എന്നുള്ളത് നിർബന്ധമല്ല. നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഇജാബത്ത് ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരനായി മാറും. അപ്പൊ ഇത് വാജിബല്ല, ഇതെല്ലാം സുന്നത്തായ കാര്യമാണ്. ലിഅന്ന ഹാദൽ അമല മിനൽ ഫളാഇൽ, കാരണം ഈ അമലൊക്കെ ഫളാഇലിൽപ്പെട്ടതാണ്. ഇതിൽ നിർബന്ധമായ വാജിബായ അമലല്ല. ഇതൊക്കെ ശ്രേഷ്ഠമായ ചില കർമ്മങ്ങൾ, ഫളാഇലുകളാണ് ഇതൊക്കെ. വഹാദ യുസ്ലിഫുൽ അവാമിൽ വാരിദത ഫീഹി ഇദൽ ഇസ്തിഹ്ബാബ്, ഫളാഇലിന്റെ ബാബിലാണെങ്കിൽ അതിൽ വന്ന അമ്രൊക്കെ വുജൂബിൽ നിന്ന് സുന്നത്തിലേക്ക് മാറും. ഫർളായ വിഷയത്തിലാണ് ഒരു അമ്ര വന്നതെങ്കിൽ അത് വാജിബിന്. എന്നാൽ ഫർള അല്ല എന്നറിയപ്പെട്ട കാര്യത്തിൽ ഒരു അമ്ര വന്നാലോ ആ അമ്ര വാജിബിനല്ല, സുന്നത്തിനാണ്. ആ തത്വപ്രകാരം ഈ ഹദീസിൽ വന്ന ഫഖൂലു എന്ന അമ്ര നിർബന്ധത്തെ കുറിക്കുന്നില്ല, സുന്നത്തിനെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ ബാങ്കിന് ഇജാബത്ത് ചെയ്തില്ല എന്ന് പറയാൻ കുറ്റക്കാരനാവുന്നില്ല, ആ കൂലിയൊക്കെ നഷ്ടപ്പെടും. ഇത് കിട്ടില്ല, ഹദീസിന് കിട്ടില്ല. അപ്പൊ ഏത് വിഷയത്തിലാണ് ഈ അമ്ര വന്നത് നോക്കുക. ആ വന്ന വിഷയം ഇസ്ലാം ഫർളാക്കിയ കാര്യമാണോ? അല്ല, ഒരു ഫളായിലാണ്. അപ്പൊ ഫളായില് പിന്നെ വേറെ വാജിബ് ഉണ്ടാവില്ല. അപ്പൊ അതിലാണ് പറഞ്ഞത് എന്നതുകൊണ്ട് അത് ബാങ്ക് ഫർള് കിഫായാണ്. ബാങ്ക് വിളിക്കൽ ഫർള് കിഫായാണ്, ഫർള് ഐനല്ല. അതുകൊണ്ട് അത് നടന്നു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റു ആദാബുകളാണ് ഇതൊക്കെ. ആ ആദാബുകളിൽ വന്ന ഒരു ലഫ്ലിൽ അമ്രിന്റെ സീഗ ഉണ്ടെങ്കിലും ആ അമ്ര വുജൂബിനെ അറിയിക്കുന്നില്ല. അതുകൊണ്ടാണ് ജുംഹൂർ പറഞ്ഞത്, ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് ഇത് വാജിബല്ല, ഇത് സുന്നത്താണ്. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ അതിൽ വാജിബാണെന്ന് പറഞ്ഞവർ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ജുംഹൂർ എന്ന് പറഞ്ഞത്. ഹനഫി മദ്ഹബിൽ അത് വാജിബാണെന്നാണ്. മാലിക്കി മദ്ഹബിൽ ചില പണ്ഡിതന്മാരും ഇത് വാജിബാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പം അതൊരു അത്രയധികം പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു അഭിപ്രായമല്ല എന്ന നിലക്കാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇത് സുന്നത്താണ് എന്ന് പറഞ്ഞത്. വല്ലാഹു അഅലം. അതെ, ശ്രദ്ധിച്ചു കൊടുക്കേണ്ടി വരും. മാത്രമല്ല, ഒന്നിലേറെ ബാങ്ക് കേൾക്കുമ്പോൾ ഈ വാജിബ് ആവർത്തിച്ച് വരുമോ അതൊക്കെ വിഷയം വരും. അപ്പോൾ പല പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, ഇതൊക്കെ കേൾക്കുന്നു. ഇവിടെ നിന്നാണ് ഇദാ സമയത്തുൽ മുഅദ്ദിന, ഇദാ സമയത്തുൽ നിദാ എന്നൊക്കെയാണല്ലോ. നിങ്ങൾ ബാങ്ക് വിളി കേട്ടാൽ, അപ്പം എത്ര വർഷം കേട്ടാലും സ്വാഭാവികമായിട്ടും വേണ്ടി വരും. അപ്പം അത് അങ്ങനെ ഇല്ല എന്നതിലേക്കാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ ഇത് വാജിബല്ല. ഇനി മറ്റൊരു മസ്അല, 1336 മസ്അല, വയദ്ഖുലു ഫീ ദാലിക ജുംലതു ഖദ് ഖാമത്തിസ് സ്വലാഹ്. ഇല്ല, അവിടെ അല്ലാഹുവിനെ നാമസ്മരിക്കാൻ പറ്റില്ല. അത്തരം സമയത്ത് പുറത്തിറങ്ങിയ ഉടനെ വേണമെങ്കിൽ ഇജാബത്ത് ചെയ്യാം. പോകാൻ പാടില്ലാന്നില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ചെയ്ത് ആ ഫദ്ല് കിട്ടും. ഞാൻ ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഇജാബത്ത് ചെയ്യുന്നതിനും വിരോധമില്ല, ശേഷം വരുന്നുണ്ട്. വയദ്ഖുലു ഫീ ദാലിക, ഈ പറഞ്ഞതിൽ പെടും. പറഞ്ഞതിൽ ബാങ്ക് വിളിക്കുന്നവരെ കേട്ടാൽ കേട്ടതുപോലെ പറയുക എന്ന് പറഞ്ഞല്ലോ, അതിൽ ഉൾപ്പെടും ജുംലത്തു ഖദ് ഖാമത്തിസ് സ്വലാഹ്. ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്ന വാചകവും അതിൽപ്പെടും. അഥവാ ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്ന് മുഅദ്ദിൻ പറഞ്ഞാൽ കേൾക്കുന്ന ആൾ പറയേണ്ടത് ഖദ് ഖാമത്തിസ് സ്വലാഹ് തന്നെയാണ്. കാരണം ഫഖൂലു മിസ്ല മാ യഖൂൽ, അവൻ പറയുന്ന പോലെ പറയുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്ന വാചകവും അതിൽ പെടും. അതിൽ ഖൗലി ബിസ്തിഹ്ബാബിൽ മുതാബഅത്തി ഫിൽ ഇഖാമ, ഇഖാമത്തിലും ഇതേപോലെ മുതാബഅത്ത് സുന്നത്തുണ്ട് എന്ന വീക്ഷണപ്രകാരം. ആ വീക്ഷണം ഇല്ലാത്തവനോ ഇത് വാചകമല്ല. നമ്മുടെ ഗ്രന്ഥകർത്താവിന് അഭിപ്രായമില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഗ്രന്ഥകർത്താവിന് ഇഖാമത്തിന് ഇജാബത്ത് വേണ്ട എന്നാണ് അഭിപ്രായം, സുന്നത്തില്ല. ശേഷം വരേണ്ടത് ആ മസല വിശദമായി വരുന്നുണ്ട് ഈ ബാബത്ത് തന്നെ. ബാങ്കിന് മാത്രമേ ഉള്ളൂ. എന്നാൽ അല്ല, ബാങ്കിന് ഇഖാമത്തും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞവരുമുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ടത്
ഇഖാമത്തിന് നിങ്ങൾ ഇജാബത്ത് ചെയ്യണം എന്നൊരു ഹദീസ് ഉണ്ടോ ചോദിച്ചാൽ സ്വഹിയായി വന്നതില്ല. ഹദീസുണ്ട്, അത് സ്വഹിയല്ല, ദഈഫാണ്. എന്നാൽ ഈ ഹദീസ് വന്ന പ്രയോഗം ഇദാ സമീഅ്തുമുൻ നിദാ എന്നാണ്. നിങ്ങൾ നിദാ കേട്ടാൽ, ബാങ്കും നിദാ എന്ന് പറയാം, ഇഖാമത്തിനും നിദാ എന്ന് പറയാം. മറ്റു ഹദീസ് ഇദാ സമീഅ്തുമുൽ മുഅദ്ദിന എന്നാണ്. ബാങ്ക് വിളിക്കുന്ന ആൾക്കും മുഅദ്ദിൻ എന്ന് പറയാം, ഇഖാമത്ത് വിളിക്കുന്ന ആൾക്കും മുഅദ്ദിൻ എന്ന് പറയാം. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്കിനും ഉപയോഗിക്കും, ഇഖാമത്തിനും ഉപയോഗിക്കും. ബൈന കുല്ലി അദാനൈനി സ്വലാ ഹദീസ് വന്ന പ്രയോഗമാണ്. എല്ലാ രണ്ട് അദാനും ഇടയിൽ നിസ്കാരമുണ്ട്. അതായത് രണ്ട് അദാന്, ബാങ്കും ഇഖാമത്തും. പക്ഷെ ഉപയോഗിച്ചത് ബൈന കുല്ലി അദാനൈനി. അപ്പൊ ആ ലഫ്ളുകൾ പരിഗണിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇഖാമത്തിനും ഇത് ബാധകമാണ്. ഇഖാമത്തിന് പ്രത്യേകം ഹദീസ് വേണമെന്നില്ല, ഈ ഹദീസ് തന്നെ മതി ഇഖാമത്തും ഉൾപ്പെടാൻ. എന്നാൽ പ്രത്യേകം തെളിവില്ലാത്തത് കൊണ്ട് അത് ഉൾപ്പെടുത്താൻ കഴിയില്ല. ഭാഷയിൽ ഇഖാമത്തിനും അതാണ് നിദാ എന്നൊക്കെ പറയുമെങ്കിലും ബാങ്കും ഇഖാമത്തും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ബാങ്ക് ശബ്ദം ഉയർത്തണം, ഇഖാമത്ത് ശബ്ദം ഉയർത്തേണ്ടതില്ല. ബാങ്ക് പരസ്യപ്പെടുത്തണം, ഇഖാമത്തിന്റെ ആവശ്യമില്ല. ബാങ്ക് ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാവണം, ഇഖാമത്ത് അത് വേണമെന്നില്ല. ബാങ്കിൽ ഹയ്യാൽ തിരിയണം, ഇഖാമത്തിൽ തിരിയേണ്ടതില്ല. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വ്യത്യാസങ്ങൾ രണ്ടും തമ്മിലുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ ഉള്ളത് കൊണ്ട് ഇഖാമത്തിലുണ്ടാകണ്ടേ എന്നതിന് പ്രസക്തി ഇല്ല എന്നാണ് സുന്നത്തില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ന്യായം. സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ന്യായം നേരത്തെ പറഞ്ഞതാണ്. ഈ ലഫ്ളിൽ ബാങ്കും ഇഖാമത്തും നമുക്ക് ഉദ്ദേശിക്കപ്പെടാമല്ലോ. അതുകൊണ്ട് അതിൽ ഏത് സ്വീകരിച്ചാലും അത് തെറ്റെന്ന് പറയാൻ കഴിയില്ല. ഇഖാമത്ത് ഇജാബത്ത് ചെയ്തു, അത് വിധേയത്താന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു സാധ്യത ഉള്ളത് കൊണ്ട്. എന്നാൽ പ്രത്യേകം അത് പഠിപ്പിക്കുന്ന ഹദീസുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഇഖാമത്തിൽ ഇജാബത്ത് ചെയ്യണം എന്ന് പ്രത്യേകം ഹദീസുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഹദീസൊന്നും വന്നിട്ടില്ല. വന്ന ഹദീസാവട്ടെ സ്വഹീഹല്ല, ശക്തമായ ദുർബലമായ റിപ്പോർട്ടാണ് താനും. അതുകൊണ്ടാണ് ഇവിടെ ഗ്രന്ഥകർത്താവ് പറഞ്ഞത് അതിൽ ഖൗലി ബിസ്തിഹ്ബാബിൽ മുതാബഅത്തി ഫിൽ ഇഖാമ, ഇഖാമത്തിലും മുഅദ്ദിനെ പിന്തുടരണം എന്നത് സുന്നത്താണ് എന്ന വീക്ഷണപ്രകാരം പരിഗണിച്ചാൽ അപ്പോൾ ചോദ്യം വരും, ഖിറാമത്ത് സ്വലത്ത് എന്ത് പറയണം? അപ്പോൾ പറയേണ്ടത് ഖിറാമത്ത് സ്വലത്ത് തന്നെയാണ്. കാരണം ഫഖൂലു മിസ്ല മാ യഖൂൽ, മാറ്റി പറയേണ്ടത് ഹയ്യൽ നബി തങ്ങൾ പറഞ്ഞു, ഇവിടെ നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞില്ല. അതുകൊണ്ട് ഇത് അസ്ലു പ്രകാരം നിലനിൽക്കുന്നു. ഫയഖൂലുൽ മുസ്തമിഉ ലഹാ മിസ്ലഹാ, അപ്പോൾ കേൾക്കുന്ന ആള് അതുപോലെ തന്നെയാണ് പറയേണ്ടത്. ലിഉമൂമിൽ ഹദീസ് സാബിഖ്, നേരത്തെ പറഞ്ഞ ഹദീസാണ് തെളിവ്. ആ ഹദീസിന്റെ വ്യാപകാർത്ഥം പരിഗണിക്കുമ്പോൾ അമ്മാ മാ വറദ മിൻ അന്നൽ മുസ്തമിഅ യഖൂൽ അഖാമഹ അല്ലാഹു വഅദാമഹ എന്ന് പറയണം എന്ന് പറയുന്ന റിപ്പോർട്ട് ഫൽ ഹദീസുൽ വാരിദു ഫീ ദാലിക ളഈഫുൻ ജിദ്ദാ, ആ വിഷയത്തിൽ വന്ന ഹദീസ് അങ്ങേ അറ്റം ദുർബലമായതാണ്. ഒരു പരിഹരിക്കപ്പെടാവുന്ന ദുർബലതയല്ല, ളഈഫുൻ ജിദ്ദാ, അങ്ങേ അറ്റം ദുർബലമായ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും തെളിവിന് പര്യാപ്തമല്ല. അവിടെ നമ്പർ 1 താഴെ കാണാം, റവഹ അബൂദാവൂദ് വഗൈറുഹു, ആ റിപ്പോർട്ട് ഇമാം അബൂദാവൂദും അല്ലാത്തവരുമെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അബൂദാവൂദിന്റെ കിതാബിൽ 528 ഹദീസ്. വസനദുഹു ശദീദുൽ ളഅഫ്, ആ ഹദീസ് ആവട്ടെ അങ്ങേയറ്റം ശക്തമായ ദുർബലതയുള്ള റിപ്പോർട്ടാകുന്നു. വഅശാറ അബൂദാവൂദ് ഇലാ ളഅഫിഹി വളഅഫഹു ഗൈറു വാഹിദിൻ, അബൂദാവൂദ് റഹിമഹുല്ലാഹ് തന്നെ അത് ദുർബലമാണ് എന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. ഒന്നിലധികം പണ്ഡിതന്മാർ, ധാരാളം പണ്ഡിതന്മാർ ആ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. വല്ലഈഫ് ലാ യുഅമലു ബിഹി ഫീ മിസ്ലി ഹാദാ, ഇത്തരം വിഷയങ്ങളിൽ ദഈഫ് കൊണ്ട് അമൽ ചെയ്യാവതല്ല. ഫദായിലിന് ദഈഫ് എടുക്കാന്ന് വന്നാൽ പോലും ഇത് ഫദായിൽ മാത്രമല്ല, അതുകൊണ്ട് ഇത്തരം രംഗത്ത് ദഈഫ് കൊണ്ട് അമൽ ചെയ്യാവതല്ല എന്നാണ്. അതുകൊണ്ട് നമ്മളെ മുസന്നിഫിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ അഭിപ്രായ പ്രകാരം ഇഖാമത്തിൽ ഇജാബത്ത് സുന്നത്തില്ല. അപ്പോൾ ഇജാബത്ത് സുന്നത്ത് ഉണ്ട് എന്ന വീക്ഷണം എടുത്താൽ അത് പ്രകാരം അമൽ ചെയ്യുന്നുവെങ്കിൽ അയാൾ ഖദ് ഖാമത്തി സ്വലാ എന്ന് കേൾക്കുമ്പോൾ പറയേണ്ടത് ഖദ് ഖാമത്തി സ്വലാ എന്ന് തന്നെയാണ്. അല്ലാതെ ഖാമ അല്ലാഹു വഅദാമഹ എന്ന പറയണമെന്ന് പറയുന്ന ഹദീസ് ഏതായിരുന്നാലും സ്വഹിയായി വന്നിട്ടുമില്ല. വല്ലാഹു അഅലം. 1337 മസ്അല, കമാ യദ്ഖുലു ഫീ ദാലിക ജുംലതു
അസ്സലാത്തു ഖൈറും മിനൻ നൗം. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന വാചകവും ഇതിൽ ഉൾപ്പെടുന്നത് പോലെ തന്നെ. അപ്പം അവിടെ പറയേണ്ടത് എന്താണ്? അസ്സലാത്തു ഖൈറും മിനൻ നൗം തന്നെയാണ്. കാരണം മാറ്റി പറയണമെങ്കിൽ തെളിവ് വേണം. നമ്മൾ മൊത്തം പൊതുവായ തെളിവ് ഏതാണ്? നേരത്തെ പറഞ്ഞ ഹദീസ്, ഫഖൂലു മിസ്ല മാ യഖൂൽ, ബാങ്ക് വിളിക്കുന്നവൻ പറയുന്ന പോലെ പറയുക. അപ്പോൾ അതെല്ലാത്തിനും ബാധകമായി. ഇനി ഏതെങ്കിലും മാറ്റം വേണമെങ്കിൽ അത് പ്രത്യേകം പഠിപ്പിക്കണം. അത് ഹയ്യാലകളിൽ മാറ്റാൻ പറഞ്ഞു, അപ്പോൾ അത് മാറ്റണം. വേറെ ഏതിലും മാറ്റാൻ പറഞ്ഞില്ല, അതുകൊണ്ട് അതിലൊന്നും മാറ്റാവതുമല്ല. അപ്പോൾ അത് പ്രകാരം അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നതിൽ അത് തന്നെയാണ് പറയേണ്ടത്. ഇൻദ ഖൗലിൽ മുഅദ്ദിൻ ലഹാ ഫീ സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ അയാൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് കേൾക്കുന്ന ആളും പറയേണ്ടത്. ഫയഖൂലുൽ മുസ്തമിഉ ലിഹാദിഹിൽ ജുംലത്തി മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, ആ വാചകത്തിൽ മുഅദ്ദിൻ പറയുമ്പോൾ തന്നെയാണ് കേൾക്കുന്ന ആളും പറയേണ്ടത്. തെളിവെന്താണ്? ഉമൂമി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വാക്കിന്റെ വ്യാപകാർത്ഥം നേരത്തെ പറഞ്ഞ ഹദീസ് ഫഖൂലു മിസ്ല മാ യഖൂൽ, അതാണ് തെളിവ്. മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുക. അപ്പോൾ മുഅദ്ദിൻ പറഞ്ഞത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നാണ്, അപ്പോൾ അതന്നെയാണ് നമ്മളും പറയേണ്ടത്. ഇനി 1338 മസ്അല, യുസ്തഹബ്ബു ലിൽ മുസ്തമിഇ, കേൾക്കുന്നവന് സുന്നത്താണ് ബഅദ ഇന്തിഹാഇൽ അദാൻ, ബാങ്ക് അവസാനിച്ചതിനു ശേഷം അൻ യുസല്ലിയ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടാളും നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ലിമാ റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് തെളിവ്. അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങളിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, അന്നഹു ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ അദാന ഫഖൂലു മിസ്ല മാ യഖൂൽ സുമ്മ സ്വല്ലു അലയ്യ, നിങ്ങൾ ബാങ്ക് കേട്ടാൽ ബാങ്ക് വിളിക്കുന്നത് പറയും പോലെ പറയുക. സുമ്മ സ്വല്ലു അലയ്യ, പിന്നെ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുപ്രകാരം ആ സ്വലാത്ത് സുന്നത്താണ്. സുമ്മ യഖൂൽ, ശേഷം അവൻ പറയണം, മാ റവാഹുൽ ബുഖാരിയു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ വന്നത് അതവൻ പറയണം. അതെന്താ? മൻ ഖാല ഹീന യസ്മഉൽ അദാൻ, ബാങ്ക് കേൾക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീല വബ്അത്ഹു മഖാമൻ മഹ്മൂദ അല്ലദീ വഅത്ത എന്ന് വല്ലവരും പറഞ്ഞാൽ ഹല്ലത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ, ഹല്ലത് ലഹു ശഫാഅതി, അവന് ലഭിച്ചു ശഫാഅത്തി, എൻ്റെ ശഫാഅത്ത് അവന് ലഭിച്ചു. ഹല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഹസല അല്ലെങ്കിൽ വജബ എന്നൊക്കെ അർത്ഥം. അവൻ നിർബന്ധമായി, അത് ലഭ്യമായി, അവൻ അർഹനായി കഴിഞ്ഞു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഹദീസിൽ വന്നത് പ്രകാരം ഈ പ്രാർത്ഥന അവൻ നിർവഹിക്കുകയും വേണം. ബാങ്ക് വിളിക്കുന്നവൻ പറയും പോലെ പറയുക, ശേഷം നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, ശേഷം ഈ ദുആ അവൻ നിർവഹിക്കുക. അപ്പം ഇത് കേൾക്കുന്ന ആൾക്കുള്ള സുന്നത്താണ്. ഇനി 1339, യുസ്തഹബ്ബു അൻ യഖൂല മൻ യസ്തമിഉൽ മുഅദ്ദിൻ, മുഅദ്ദിനെ കേൾക്കുന്നവന് പറയുന്നത് സുന്നത്താണ്. ബഅദ മുതാബഅതിഹി ലഹു ഫി ഷഹാദത്തൈൻ, ഈ മുഅദ്ദിനെ പിന്തുടർന്നതിന് ശേഷം, ഷഹാദത്തുകളിൽ പിന്തുടർന്നതിന് ശേഷം അവൻ പറയണം, മാ റവാഹു സഅദ് ബിൻ അബി വഖാസ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി തങ്ങൾ പറഞ്ഞുവെന്ന് സഅദ് ബിൻ അബി വഖാസ് പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. എന്താണ്? മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിന, മുഅദ്ദിനെ ബാങ്ക് വിളിക്കുന്നവനെ കേൾക്കുമ്പോൾ വല്ലവരും പറഞ്ഞാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളിതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനാ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു, അവൻ്റെ പാപങ്ങളെല്ലാം അവന് പൊറുക്കപ്പെടും. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അപ്പോൾ അതും സുന്നത്താണ്. അപ്പം ബാങ്ക് വിളിക്കുന്നവൻ പറയും പോലെ പറയുന്നു, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, ശേഷം അല്ലാഹു റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന പ്രാർത്ഥന നിർവഹിക്കുന്നു. അതേപോലെ ഷഹാദത്തുകൾക്ക് ശേഷം ഈ പറഞ്ഞ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ദുആവും
നിർവഹിക്കുന്നു. ഇതെല്ലാം ഇതിൻ്റെ പൂർണ്ണതയാണ്, അദബുകളാണ്. ഇനി 1340 ഇദസ്തമഅൽ മുസ്ലിമു ഇദൽ അദാനി ഫിൽ മിദ്യാഇ, റേഡിയോയിൽ ബാങ്ക് കേട്ടാൽ ഇത് സുന്നത്തുണ്ടോ? റേഡിയോയിൽ ഇപ്പോൾ ഫോണിൽ നമ്മളൊക്കെ ഫോണിൽ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ, അപ്പോൾ ഫോണിൽ ബാങ്ക് കൊടുക്കും. നിസ്കാരത്തെ സമയമാകുമ്പോൾ അലാറം വെക്കൽ പലപ്പോഴും ചിലപ്പോൾ ബാങ്കായിരിക്കും. അല്ലെങ്കിൽ ബാങ്കിൻ്റെ കിബിലയുടെ ഒക്കെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് വരും. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ വഴി ബാങ്ക് കേട്ടാൽ ആ ബാങ്കിന് ഇജാബത്ത് ചെയ്യണോ വേണ്ടേ എന്നാണ്. ഇദസ്തമഅൽ മുസ്ലിമു, ഒരു മുസ്ലിം ശ്രദ്ധിച്ചു കേട്ടു, ഇതിൽ അദാനി ഫിൽ മിദ്യാഇ, റേഡിയോയിലുള്ള ബാങ്ക് ഒരാൾ കേട്ടു എങ്കിൽ ഫഇൻ കാന യുൻഖൽ അൽ ഹവാഇ മുബാശറ, അത് ലൈവായി അപ്പോൾ പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ബാങ്കാണ് എങ്കിൽ, വഹുവ ഫീ വഖ്തി സ്വലാ, നിസ്കാര സമയത്തുമാണ് എങ്കിൽ ശുരിഅത് ലഹു മുതാബഅതുഹു വ ഇജാബത്തുഹു. ഇപ്പോൾ പള്ളിക്ക് ബാങ്ക് കൊടുക്കുന്നുണ്ട്, അത് നേരെ ലൈവായിട്ട് ഇവിടെ നമ്മൾ മറ്റൊരു സംവിധാനം വഴി, അത് ഇപ്പോൾ യു എയിലൊക്കെ കാണാം, സെൻട്രലൈസ്ഡ് ബാങ്ക്. ഒരു പള്ളിക്ക് മുഅദ്ദിൻ ബാങ്ക് കൊടുക്കും, ആ ബാങ്ക് എല്ലാ പള്ളിയിലും ലൈവായിട്ട് അവിടെ കേൾക്കും. എല്ലാ പള്ളിക്കും അവിടെ മുഅദ്ദിൻ ഉണ്ടാവില്ല, ഒരു പള്ളിയിലും മുഅദ്ദിൻ ഉണ്ടാകും. ആ പള്ളിയിൽ അയാൾ ബാങ്ക് വിളിക്കുന്നു, ആ ബാങ്ക് ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് എല്ലാ പള്ളിയിലും സ്പീക്കറിലൂടെ അത് കേൾപ്പിക്കുന്നു. അതാണ് ഇപ്പോൾ അവിടുത്തെ യു എയിലെ എല്ലാ ഭാഗത്തുമില്ല, ചില ഭാഗത്തൊക്കെ അബുദാബി പോലുള്ള ചില ഭാഗത്തൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലൈവ് ബാങ്കാണ്. ഒരു അതിന് ബാങ്ക് വിളിക്കുന്നുണ്ട്, അത് ലൈവായി പ്രചരിപ്പിക്കപ്പെടുകയാണ്, നിസ്കാര സമയത്തുമാണ്. അതല്ലാതെ ഇപ്പോൾ കൊടുക്കാമല്ലോ, നിസ്കാര സമയത്തൊന്നല്ല, ചിലപ്പോൾ റേഡിയോയിലോ ടി വിയിലോ ഒക്കെ ചിലപ്പോൾ 2 പ്രോഗ്രാമുകൾ ഇടവേളയിൽ ചിലപ്പോൾ ബാങ്ക് വെറുതെ അവിടെ പ്ലേ ചെയ്യും. അതല്ല, ഇവിടെ നിസ്കാരത്തിലേക്കുള്ള വിളിയാണ് ബാങ്ക്, ആ വിളിക്കാണ് ഇവിടെ ഉത്തരം ചെയ്യേണ്ടത്. അപ്പോഴാണ് ഹയ്യ അല സ്വലാ എന്നതിന് അർത്ഥമുണ്ടാകുന്നത്. മറ്റതില്ല, മറ്റു ഇവിടുത്തെ ഇങ്ങനെ ആ വാചകങ്ങൾ അവിടെ പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ലൈവായി അപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നതും നിസ്കാര സമയത്തുമാണ് എങ്കിൽ അതിന് ഇജാബത്ത് ചെയ്യൽ ശറഇൽ ഉള്ളതാണ്. ലിഉമൂമിൽ ഹദീസ് സാബിഖ, തെളിവെന്താണ്? നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണ്. ഇദാ സമയത്തുമുൽ നിദാ എന്ന് പറഞ്ഞല്ലോ, അപ്പം ഇത് നിദാ ആണ്. നിദാ നിങ്ങൾ കേട്ടാൽ എന്ന് പറഞ്ഞു, അപ്പം നിദാ കേട്ടു, അത് ആ ഹദീസ് അവനും ബാധകമാണ്. അല്ലാതെ ഇപ്പോൾ റേഡിയോ ബാങ്ക് വിട്ടാൽ ഇജാബത്ത് ചെയ്യണമെന്ന് ഹദീസ് ഉണ്ടാവുന്നല്ലോ. എബിൻ്റെ കാലത്തൊന്നും റേഡിയോ ഒന്നുമില്ല. എന്നാൽ അമ്മ ഇൻകാന ഹാദൽ അദാനു, ഈ ബാങ്ക് ആണെങ്കിൽ മുസജ്ജലൻ, റെക്കോർഡ് ചെയ്യപ്പെട്ട ബാങ്കാണ് എങ്കിൽ, ആരും കൊടുക്കുന്നില്ല, ഒന്നുമില്ല, മുമ്പ് ആരോ കൊടുത്തൊരു ബാങ്ക് റെക്കോർഡ് ചെയ്ത് അതിങ്ങനെ പ്ലേ ചെയ്യുകയാണ് എങ്കിൽ ഫഇന്നഹു ലാ തുശ്റഉ മുതാബഅതുഹു, അതിനെ പിന്തുടരൽ ശറഅാക്കപ്പെടുകയില്ല, നിയമമാക്കപ്പെടുകയില്ല. എന്തുകൊണ്ട്? ലിഅന്നഹു ലൈസ ബിസൗതി മുഅദ്ദിനിൻ യുഅദ്ദിനു ഹഖീഖതൻ ഫീ ഹാദൽ വഖ്ത്, ഈ സമയത്ത് യഥാർത്ഥത്തിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മുഅദ്ദിൻ്റെ ശബ്ദമാണോ ഇത്? അല്ല, മുമ്പ് എപ്പോഴോ കൊടുത്ത ശബ്ദം, അത് റെക്കോർഡ് ചെയ്യപ്പെട്ട് ഇപ്പം അത് വെറുതെ പ്ലേ ചെയ്തു എന്നേ ഉള്ളൂ. അതിന് ഇജാബത്ത് ചെയ്യേണ്ട ബാധ്യത ഇല്ല. അപ്പം നമ്മൾ മൊബൈലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ബാങ്ക് അതിങ്ങനെ വന്നാൽ ഇജാബത്ത് വേണോ? വേണ്ട. ലൈവ് ബാങ്ക് ഒരാൾ വിളിക്കുന്നത് നമ്മൾ മറ്റ് സംവിധാനങ്ങൾ വഴി കേൾക്കുന്നുവെങ്കിൽ അവിടെ ഇജാബത്ത് ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. ഇപ്പോൾ മൈക്ക് പോലെ തന്നെ ആവാം. അതിപ്പോൾ ആധുനിക കാലത്തൊന്നും വിഷയമാണ്. ഇതിപ്പോൾ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയും അതേപോലെ ഇബ്നു ബാസും ഇബ്നു സൈമിനൊക്കെ കൊടുത്ത ഫത്വകൾ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഇതിവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതെ, ഉണ്ടാവും, ചില സമയത്ത് വിട്ടേക്കാം. അതെ അതെ, അതിന് ജാബത്ത് ചെയ്യാം. അത് അവിടുന്ന് ബാങ്ക് വിളിക്കുകയാണ്, അത് ലോകത്തേക്ക് മൊത്തം ആ സമയത്ത് പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലൈവായി അവിടുത്തെ ചാനൽ ഫോളോ ചെയ്യുന്നു, ഹറമിൻ്റെ ലൈവായിട്ട് 24 hour കാണും. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബാങ്ക് വിളിച്ചു, അതിപ്പോൾ ടി വിയിൽ ഇങ്ങനെ കേൾക്കാം, അവിടെ വിജാബത്ത് ചെയ്യണം. കാരണം നിസ്കാര സമയത്തുള്ള ഹഖീഖത്തായ ബാങ്കാണ്. അതിനകത്ത് പറഞ്ഞ യു എയിലുള്ളതാണ്, അബുദാബിയിലൊക്കെ ഉള്ളത്. ഒരു മെയിൻ പള്ളിക്ക് ബാങ്ക് വിളിക്കും, ആ ബാങ്കാണ് എല്ലാ പള്ളിക്കിലും. ഒരു നേരെ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ പള്ളിയിലെ മൈക്കിലൂടെ ആ ബാങ്ക് അവിടെ കേൾക്കും. അവിടെ പോയി നോക്കിയാൽ ഒരു മുഅദ്ദിൻ ഉണ്ടാവുമോ? ബാങ്ക് കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ അവിടേക്ക് ഇജാബത്ത് ചെയ്യണം.
അതൊന്നല്ല, പ്രീ റെക്കോർഡറായ ഒരു ബാങ്ക് ബന്ധങ്ങളെ പ്ലേ ചെയ്യുന്നു എങ്കിൽ അവിടെ ഇജാബത്ത് ബാധ്യതയില്ല. അല്ലാഹു അഅലം. ഇനി മറ്റൊരു മസ്അല, ഒരുപാട് ബാങ്കുണ്ട്, എന്ത് ചെയ്യും? പല പള്ളിക്കൊന്നും ബാങ്ക് കേൾക്കും, എല്ലാത്തിനും ഇജാബത്ത് ചെയ്യണോ? ഇതാക്കാന ഫിൽ ബലദി അക്സറ മിൻ മുഅദ്ദിനിൻ, ഒരു നാട്ടിൽ ഒന്നിലേറെ മുഅദ്ദിനുകളുണ്ട് എങ്കിൽ ഇസ്തഹബ്ബദിൽ മുസ്തമിഇ അൻ യുതാബിഅൽ അവ്വല മിൻഹും, അതിൽ ആദ്യത്തേത് ഏതാണോ അതിന് മുതാബഅത്താണ് സുന്നത്തുള്ളത്. ആദ്യം കേട്ട ബാങ്കിന് ഇജാബത്ത് ചെയ്യുക, അതാണ് സുന്നത്ത്. ലിഅന്നഹു യതറത്തബു അലാ തർക്കി മുതാബഅത്തിൽ അവ്വലി അദമു ഇംതിസാലിൽ അംരിൽ വാരിദി ഫി ഹദീസി അബി സഈദ് അസ്സാബിഖ്. എന്തുകൊണ്ടാണ് ആദ്യം കേട്ടതിന് ഉത്തരം പറയുന്നത് പറഞ്ഞത്? ഹദീസ് വന്നെന്താണ്? നിദാ കേട്ടാൽ നിങ്ങൾ അതുപോലെ പറയുക. ആ ഹദീസ് ഇവന് ആദ്യം ബാധകമാകുന്നത് എപ്പോഴാണ്? ഒന്നാമത്തെ ബാങ്ക് കേൾക്കുമ്പോൾ. ആദ്യമായി ബാധകമായത് ആദ്യമായി ബാങ്ക് കേൾക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഉത്തരം ചെയ്തു. അപ്പൊ ആ ഹദീസിൽ പഠിപ്പിച്ച കാര്യം പ്രാവർത്തികമാക്കി. ആ ഹദീസിന് എന്താണോ ഉദ്ദേശം വന്നത് അത് പ്രാവർത്തികമാക്കി. അതുകൊണ്ട് ഒന്നാമത് കേൾക്കുന്ന ബാങ്കിന് ഇജാബത്ത് ചെയ്യലാണ് അവന് സുന്നത്തുള്ളത്. എന്നാൽ ഒന്നിലേറെ മുഅദ്ദിനുമാരെയും അവൻ പിന്തുടർന്നു, അതിനും ഇജാബത്ത് ചെയ്തു എങ്കിൽ ഫസിയാത്തു ഖൈരിൻ, അത് ഖൈറിന്റെ വർധനവാണ്. കേട്ട എല്ലാ ബാങ്കിലും ഉത്തരം ചെയ്തു, അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. കേട്ടതൊക്കെ അതിന് അതേപോലെ ഫോളോ ചെയ്ത് ബാധ്യത നിർവഹിക്കാൻ ഒന്നാമത്താക്കി ഉത്തരം ചെയ്താൽ തന്നെ അവൻ പ്രാവർത്തികമാക്കി. ലാകിൻ ഇത്യാന ബിൽ മുതാബഅത്തിൽ മഅ്മൂൽ ബിഹാ വലതി യുക്റഹു തർക്കുഹാ യക്ഫി ഫിഹാ മുതാബഅത്തുൽ മുഅദ്ദിൻ അവ്വലി, കൽപ്പിക്കപ്പെട്ടത് പ്രാവർത്തികമാക്കാനും ഒഴിവാക്കൽ കറാഹത്തായതുമൊക്കെ ഒന്നാമത്തതോടുകൂടി അയാളുടേത് പ്രാവർത്തികമായി കഴിഞ്ഞു. പിന്നെ അയാൾക്ക് ഇനി കറാഹത്തില്ല. പിന്നെ അയാൾക്ക് വേണമെങ്കിൽ ഒരു ഖൈറായ കാര്യമാണ്, ആ നിലക്ക് ആ ഖൈറിൽ പങ്കെടുക്കുക എന്ന നിലക്ക് കേട്ട ഏത് ബാങ്കിലും അയാൾക്ക് ഇജാബത്ത് ചെയ്യാം. ഇനി 1343 മസ്അല, അസ്സുന്നത്തു, സുന്നത്ത് അൻ തകൂനൽ മുതാബഅതു ലിൽ മുഅദ്ദിനി ഫീ കുല്ലി ജുംലത്തിൻ മിൻ ജുമലിൽ അദാൻ അഖിബ ഫറാഗിഹി മിൻഹാ. ഇനി എപ്പോഴാണ് ഇജാബത്ത്? മുഅദ്ദിന് അല്ലാഹു അക്ബർ അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മളും അല്ലാഹ് എന്ന് പറയണോ? അത് അല്ലാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയണോ? അപ്പോൾ ഓരോ വാചകങ്ങൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ നാം അതിനെ പിന്തുടരുക, അതാണ് സുന്നത്ത്. വലാ യുഖാരിനുഹു, അതിൻ്റെ കൂടെ പോവരുത്. ബാങ്ക് വിളിക്കുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു പോവുക, അതല്ല. വലാ യതആഖറൻ ഫറാഗിഹി മിനൽ ജുംല, ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെ അതിന് പിന്തിരിക്കാനും പറ്റുകയില്ല. ലിളാഹിരി ഹദീസി അബി സഈദ് അസ്സാബിഖി വശവാഹിദി, നേരത്തെ പറഞ്ഞ ഹദീസാണ്, അതും തെളിവ്. നിദാ കേട്ടാൽ നിങ്ങൾ പറയുക. അപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കേട്ടു, അപ്പോൾ അത് പറഞ്ഞു. റസൂലുള്ളാഹി കേട്ടു, അപ്പോൾ അത് പറഞ്ഞു. ആ ഹദീസിന്റെ ബാഹ്യാർത്ഥ പ്രകാരം അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ഇനി ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കാരത്തിലാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കെ ബാങ്ക് കേട്ടു, ആ നിസ്കാരത്തിൽ ഇജാബത്ത് ചെയ്യണോ വേണ്ടേ? ലാ യുശ്റഉ ലിമൻ കാന യുസല്ലി അൻ യുജീബൽ മുഅദ്ദിൻ, നിസ്കരിക്കുന്ന ഒരാൾക്ക് മുഅദ്ദിന് ഇജാബത്ത് ചെയ്യൽ ശറആക്കപ്പെടുകയില്ല. നിസ്കാരത്തിലാണ്, അല്ലാഹുമ്മയുടെ മുനാജാത്തിലാണ്. അപ്പം അത് ബാങ്കിനേക്കാളും മഹത്വമേറിയതാണ്. അതിൽ നിന്ന് പിന്നെ ശ്രദ്ധ തെറ്റുന്ന രൂപത്തിൽ മറ്റൊന്നിലേക്ക് പോകാമതല്ല. കാരണം നിസ്കാരത്തിൽ വ്യാപൃതനാണ്. ലാകിൻ ഖാല ബഅദു അഹ്ലിൽ ഇൽമി, എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, എന്ത്? യുശ്റഉ, ശറആക്കപ്പെടും, ലികുല്ലി മൻ ഫാതതുഹു ഇജാബത്തുൽ മുഅദ്ദിൻ, മുഅദ്ദിന് ഇജാബത്ത് ചെയ്യൽ ആർക്കെല്ലാം നഷ്ടപ്പെട്ടുവോ അവർക്കെല്ലാം സുന്നത്താണ്. മിൻ മുസല്ലിൻ ഔ ഗൈരിഹി, നിസ്കരിക്കുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ. നേരത്തെ ചോദിച്ചല്ലോ, ബാത്റൂമിൽ പോയ ഒരാൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ഇജാബത്ത് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ ഇജാബത്ത് ചെയ്യാൻ കഴിയാത്ത ഒരാൾ, അയാൾക്ക് ശറആണ് അൻ യുജീബഹു ബഅദ ഫറാഗിൽ മുഅദ്ദിൻ, മുഅദ്ദിൻ ബാങ്ക് എന്ന് വിരമിച്ചാൽ ഉടനെ ഇയാൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഇജാബത്ത് ചെയ്യുക.
ഇദാ ലം യതുൽ അൽ ഫസ്ലു, ഇടവേള ദീർഘിച്ചിട്ടില്ലെങ്കിൽ. ബാങ്ക് കൊടുത്ത് കുറേ കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ടാണ് ബാത്റൂം ഇറക്കണത്. ഇനി അപ്പോൾ പിന്നെ ഇജാബത്തിന് പ്രസക്തിയില്ല. എന്നാൽ ബാങ്ക് കഴിഞ്ഞപ്പോഴേക്ക് അയാൾ ഇറക്കിയിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് അപ്പോൾ ഇജാബത്ത് ചെയ്താലും ആ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുക എന്ന ഗണത്തിൽ വരും. കാരണം ലിഅന്നഹു നാഫിലത്തുൻ ഫാതത്ഹു, അത് സുന്നത്താണ്, അവൻ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പം നഷ്ടപ്പെട്ട സുന്നത്തിനെ വീണ്ടെടുക്കുക എന്ന തത്വപ്രകാരം ഫശുരിഅ ലഹു ഖളാഉഹ, ഖളാഉ മുട്ട ശറഅാണ്. കൽബിത്തിരി വസ്സുനി റവാത്തിബി, വിത്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ നിസ്കരിക്കാലോ. റവാത്തിബ് നിസ്കാരം വന്നപ്പോഴേക്ക് ഇഖാമത്ത് കൊടുത്തു, അതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല എങ്കിൽ നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കാമല്ലോ. അപ്പം അതൊക്കെ സുന്നത്താണ്. ആ സുന്നത്തുകൾ നഷ്ടപ്പെട്ടിട്ടും വീണ്ടെടുക്കാൻ നിർദ്ദേശം കിട്ടി എങ്കിൽ ഇത് സുന്നത്താണ്, അത് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടാൽ അധികമൊന്നും ഇടവേള വന്നിട്ടില്ലെങ്കിൽ അവനത് വീണ്ടെടുക്കാവുന്നതാണ്. വല്ലാഹു അഅലം. അത് നേരത്തെ പറഞ്ഞ അതേ മസല അവിടെ ഇഖാമത്തിന് പ്രത്യേകമായി അത് പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ ഹദീസേ അതിലുള്ളൂ. രണ്ടിലേക്കും നേരത്തെ പറഞ്ഞ എല്ലാ ചർച്ചയും അതിലും ബാധകമാണ്. ഇനി സ്ത്രീകൾക്കും ഇത് സുന്നത്തുണ്ടോ? ബാക്കി കേൾക്കുമ്പോൾ ഇജാബത്ത് ചെയ്യുക എന്നുള്ളത് സ്ത്രീകൾക്കുമുണ്ടോ? യുസ്തഹബ്ബു ലിന്നിസാഇ മുതാബഅത്തുൽ മുഅദ്ദിനി, മുഅദ്ദിനെ പിന്തുടരൽ സ്ത്രീകൾക്കും സുന്നത്താണ്. ലിഅന്ന النساء شقائق الرجال فالاصل تساوي الرجال والنساء في الاحكام. ആണ് പെണ്ണിന്റെ ഭാഗമാണ്, പെണ്ണ് ആണിന്റെ പാതിയാണ്. അതുകൊണ്ട് ഹുക്മുകളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപോലെയാണ്. വ്യത്യാസമുണ്ടെങ്കിൽ പ്രത്യേകം പറയും. അല്ലാഹ് ദീനിൽ കാര്യം പഠിപ്പിച്ചാൽ അത് ആണും പെണ്ണൊക്കെ പ്രാവർത്തികമാക്കണം. പെണ്ണിനതില്ല എങ്കിൽ അത് പ്രത്യേകം പറയും. അത് പറയാത്തത്തോളം കാലം ഹുക്മുകൾ ആണിനും പെണ്ണിനും ഉണ്ടാകും. ഫകുല്ലു മാ യുസ്അൽ യുസ്അഉ ലിന്നിസാ, പുരുഷന്മാർക്ക് എന്തെല്ലാം ശറഅാക്കപ്പെടുമോ അതെല്ലാം സ്ത്രീകൾക്കും ശറഅാക്കപ്പെടും. വൽ അക്സ്, തിരിച്ചും അങ്ങനെ തന്നെ. സ്ത്രീകൾക്ക് ശറഅാക്കപ്പെടുന്നെല്ലാം ഉണ്ടോ അത് പുരുഷന്മാർക്കും ശറഅാണ്. ഇല്ലാ ലിമുഖസ്സിസിൻ, പ്രത്യേകമാക്കപ്പെട്ടതൊഴികെ. ആണിന് മാത്രം പ്രത്യേകമായി അല്ലാഹു ചില നിയമങ്ങൾ പറഞ്ഞു, അത് പെണ്ണിനില്ല. പെണ്ണിന് മാത്രം പ്രത്യേകമായ ചില നിയമങ്ങൾ പറഞ്ഞു, അത് ആണിനുമില്ല. അതല്ലാത്ത ഹുക്മുകളൊക്കെ ആണിനും പെണ്ണിനും ഒരുപോലെ തുല്യമാകുന്നു. ഇനി 1346 മസ്അല, ബാങ്ക് വിളിക്കുന്ന ആൾക്കും ഇത് സുന്നത്തുണ്ടോ? ബാങ്ക് കൊടുക്കുന്ന ആളും ഇജാബത്ത് ചെയ്യണോ വേണമെന്ന് പറഞ്ഞവരുണ്ട്. അതാണ് ലാ യുസ്റഉ ലിൽ മുഅദ്ദിനി അൻ യുതാബിഅ അദാന നഫ്സിഹി, സ്വന്തം ബാങ്കിനെ മുതാബഅത്ത് ചെയ്യൽ മുഅദ്ദിന് ശറഅാക്കപ്പെടുകയില്ല. ചില പണ്ഡിതന്മാർ അതും വേണമെന്ന് പറഞ്ഞു. കാരണം ബാങ്ക് കേട്ടാൽ പറയുക എന്നാണല്ലോ. ബാങ്ക് കേട്ടില്ലേ? ബാങ്ക് കൊടുത്താലും ബാങ്ക് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കേട്ടാൽ പറയുക എന്ന് പറഞ്ഞതുകൊണ്ട് ബാങ്ക് കേട്ടു അവനും പറയണം എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അതല്ല പ്രബലാഭിപ്രായവും ഭൂരിപക്ഷ അഭിപ്രായവും വേണ്ടെന്ന് തന്നെയാണ്. ബാങ്ക് വിളിക്കുന്ന ആൾക്ക് അത് സുന്നത്തില്ല. എന്തുകൊണ്ട്? ഒരു കാരണം, അതിന് പക്ഷെ ബാങ്കിൽ നിന്ന് അവനെ വ്യാപൃതമാക്കാൻ കാരണമായേക്കാം. ആദ്യം ഉറക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറഞ്ഞു, പിന്നെ അത് മെല്ലെ പറഞ്ഞ്, പിന്നെ ഇത് പറഞ്ഞ് ഒരു പക്ഷെ ശ്രദ്ധ പോകാനും ബാങ്കിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ കടന്നുകൂടാനൊക്കെ നിമിത്തമായേക്കാം. ബാങ്കുടെ ദിക്റാണ്, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ആ ദിക്ർ അവൻ നിർവഹിച്ചു കഴിഞ്ഞു. ബാങ്ക് വിളിക്കുമ്പോൾ ആ ദിക്ർ അവൻ നിർവഹിച്ചു. ഇത് ആവർത്തിക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ലാക്കിൻ, എന്നാൽ യുസ്തഹബ്ബു ലഹു, അവൻ സുന്നത്താണ് അൻ യഖൂല ദിക്റൽ വാരിദ ബഅദ ഇന്തിഹാഇൽ അദാൻ, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന അത് അവനും സുന്നത്താകുന്നു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലുക, റബ്ബ ഹദീദ വതഅമെന്ന പ്രാർത്ഥിക്കുക പറഞ്ഞല്ലോ, അത് മുഅദ്ദിനും സുന്നത്താണ്. ലിഅദമിൽ മാനിഇ മിൻഹു, തെളിവെന്താണ്? പ്രത്യേകം തെളിവില്ല, അത് തടസ്സങ്ങളൊന്നുമില്ല. മറ്റൊരു തടസ്സമുണ്ട്, ബാങ്ക് വിളിക്കുമ്പോൾ ഇജാബത്തും ചെയ്യൽ തടസ്സമുണ്ട്. എന്താ തടസ്സം? ബാങ്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാലോ
ഞാൻ സാധ്യതയില്ല. അപ്പൊ ആ ഫള് അവനും ലഭിക്കട്ടെ, ആ നിലക്ക് അത് അവന് ചെയ്യാം. എന്നാൽ ലാ യുസ്റഉ ലിൽ മുഅദ്ദിനി, മുഅദ്ദിന് ശർആക്കപ്പെടുക ഇല്ല അൻ യഖൂല ദിക്റൽ വാരിദ ബഅദൽ അദാനി ഫീ മുകബ്ബിരി സൗത്ത്, ബാങ്കിന് ശേഷമുള്ള ദിക്ർ അത് മൈക്കിൽ പറയൽ സുന്നത്തില്ല. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മൈക്ക് ഓഫാക്കാതെ ഈ സ്വലാത്തും ദുആയും ഒക്കെ മൈക്കിൽ തന്നെ നിർവഹിക്കാം, അതില്ല. എന്തുകൊണ്ട്? ലിഅന്നഹു ലാ യുസ്റഉ റഫ്ഉ സൗതി ബിഹാദ ദിക്ർ, ഈ ദിക്ർ ശബ്ദമുയർത്തൽ പ്രത്യേകം പഠിപ്പിച്ചതല്ല. ബാങ്ക് ശബ്ദം ഉയർത്താൻ പറഞ്ഞാണ്, അത് ജനങ്ങൾക്കുള്ള അറിയിപ്പാണ്. ഈ ദിക്റോ അത് അല്ലാഹുവിനെ സ്മരിക്കലാണ്, ദുആയാണ്, അത് ശബ്ദം ഉയർത്തേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ശബ്ദം ഉയർത്താൻ പ്രത്യേകമായി ശർആക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന അത് മൈക്കിൽ ഉച്ചത്തിൽ പറയേണ്ടതില്ല. മാത്രവുമല്ല വലി അന്ന റഫ്അ സൗതി ബിഹി, അത് ശബ്ദം ഉയർത്തുക എന്നത് യജ്അലുഹു കഅന്നഹു ജുസ്ഉം മിനൽ അദാൻ, അതും ബാങ്കിന്റെ ഭാഗം തന്നെയാണ് എന്ന മട്ടിൽ ആയിത്തീരും. ബാങ്ക് കഴിഞ്ഞിട്ടില്ല, ഇതും കൂടി ബാങ്ക് തന്നെയാണ് എന്നൊരു പക്ഷേ ഏതെങ്കിലുമൊക്കെ സാധാരണക്കാരൻ ചിന്തിച്ചു കൂടായിക ഇല്ല. വൽ അദാൻ ലാ തജൂസു സിയാദത്തു ഫീഹി, ബാങ്കാവട്ടെ അതിൽ വർദ്ധിപ്പിക്കാൻ നമുക്കിട്ട് അനുവദനീയവുമല്ല. ഫറഫ്ഉ സൗത്ത് ബിഹാദിഹിൽ അദ്കാർ, അവിടെ ഇത്തരം ദിക്റുകളൊക്കെ ശബ്ദമുയർത്തുക എന്നത് മിനൽ ബിദ്അഇൽ മുഹറമ, ഹറാമായ ബിദ്അത്തായി മാറും. അങ്ങനെ പാടില്ല എന്നർത്ഥം. ലിഅന്നഹു ലം യകുൻ മഅറൂഫൻ ഫിൽ അഹ്ദിൻ നബവി വലാ ഫി അഹ്ദിൽ ഖുലഫാഇർ റാഷിദീൻ, നബിതങ്ങളുടെ കാലത്തോ അതേപോലെ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തോ ഒന്നും അതങ്ങനെ അറിയപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് അത് ഇതിൻ്റെ ഭാഗമാക്കി ഉറക്കെ മൈക്കിലൂടെ തന്നെ അതേ രൂപത്തിൽ ചൊല്ലേണ്ടതുണ്ടോ ചോദിച്ചാൽ ഇല്ല. ബാങ്ക് കൊടുക്കുക, അത് ശബ്ദം ഉയർത്തുക, അത് കഴിഞ്ഞാൽ അവൻ സ്വകാര്യമായി ദുആ നിർവഹിക്കുക. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മസ്അല, ഇഖാമത്തിനും മുതാബഅത്ത് വേണോ? ലാ യുസ്റഉ ലിൽ മുസ്തമിഇ, കേൾക്കുന്നവന് ശർആക്കപ്പെടുക ഇല്ല മുതാബഅത്തുൽ മുഅദ്ദിനി ഫിൽ ഇഖാമ, മുഅദ്ദിനെ ഇഖാമത്തിൽ പിന്തുടരൽ സുന്നത്തില്ല. ലിഅദമി സുബൂതിഹി ഫി സുന്ന, ഹദീസിൽ അത് പ്രത്യേകമായി സ്ഥിരപ്പെട്ടു വരാത്തതിനാൽ, ഹദീസ് വന്നിട്ടില്ല, സ്വഹീഹായി വന്നിട്ടില്ല, അതുകൊണ്ട് അത് സുന്നത്തില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഹദീസ് ഉണ്ട്, പക്ഷെ ഹദീസ് സ്വഹീഹല്ല, ശക്തമായ ദുർബലതയുള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ട് ആ തെളിവ് ഏതാണ്ട് തെളിവാവുകയില്ല. പിന്നുള്ളത് പൊതുവായ തെളിവാണ്, അത് ഇത് രണ്ടും കൂടെ ഖിയാസാക്കാനോട്ട് പറ്റുകയുമില്ല എന്ന പക്ഷമാണ് നമ്മുടെ ഗ്രന്ഥകർത്താവ് സ്വീകരിച്ചത്. അത് പ്രകാരമാണ് ദേവി പറഞ്ഞത് ഇവിടെ അത് സുന്നത്തില്ല എന്ന്. അത് നേരത്തെ മറ്റേ വസ്തുപ്പം പറഞ്ഞു ഇത് സുന്നത്താണ് എന്ന അഭിപ്രായ പ്രകാരം കഥകാമത്തുസലയിൽ അത് തന്നെയാണ് പറയേണ്ടത്. അപ്പം അദ്ദേഹം അത് മാനിക്കുന്നു, ആ അഭിപ്രായത്തെ മാനിക്കുന്നു, എന്നാൽ അതിന് പ്രത്യേകം തെളിവില്ല എന്നതിനാൽ ആ അഭിപ്രായം അദ്ദേഹം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രം. 1349 ലാ യുസ്റഉ ലിമൻ യസ്തമിഉൽ അദാന അൻ യസീദ ഇൻദൽ മുതാബഅതി ഫീ ജുമലിൽ അദാൻ, ബാങ്ക് കേൾക്കുന്ന ഒരാൾ മുതാബഅത്ത് ചെയ്യുമ്പോൾ, ആ ബാങ്ക് മുഅദ്ദിനെ പിന്തുടരുമ്പോൾ അയാൾ പറഞ്ഞതിനേക്കാൾ അധികമായി കൂട്ടിച്ചേർക്കലും ശർആക്കപ്പെടുകയില്ല. ചില ആളുകൾ ചില വാചകം കൂട്ടിച്ചേർക്കും, ലാ ഇലാഹ ഹഖൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയൊക്കെയുള്ള ഓരോ വാചകം ഇവരാണ് ചേർക്കും. അങ്ങനെ ചേർക്കൽ ശർഇല്ല. അതായത് അൽഫാദുൻ ഔ ജുമലുൻ ഉഖ്റ ലം തരിദ് ഫി സുന്ന, സുന്നത്തിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വന്നിട്ടില്ല. ഏതെങ്കിലും വാചകങ്ങളോ പ്രത്യേകമായ ചില വാക്കുകളോ അധികമായി ഇതിൽ കൂട്ടിച്ചേർത്തിക്കൊണ്ട് പറയുക എന്നതില്ല. ഫിൽ ഫസ്ലിൽ ഖാദിം, അത് അടുത്ത ഉപാധ്യായത്തിൽ വിശദമായി വരുന്നുണ്ട്. ഇനി ലാ യുസ്റഉ, ശർആക്കപ്പെടുക ഇല്ല ലിമൻ യസ്തമിഉൽ അദാൻ, ബാങ്ക് കേൾക്കുന്ന ഒരാൾക്ക് അൻ യുഖബ്ബില ഇബ്ഹാമൈഹി ഇബ്ഹാമൈയദൈഹി, കയ്യിൻ്റെ രണ്ട് തള്ളവിരലുകൾ ചുംബിക്കൽ, അതും പ്രത്യേകമായ സുന്നത്തൊന്നുമല്ല. കാണാം ഈ വെല്ലിങ്ങനെ തുപ്പലാക്കും, അത് ചുംബിക്കും, അത് കണ്ണ് പുരട്ടും, അതൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ. അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി പറയുമ്പോൾ അതിങ്ങനെ തുപ്പാക്കിയിട്ട് ആ തുപ്പൽ കണ്ണ് പുരട്ടുക, അത് കണ്ണിന് കാഴ്ച കൂട്ടും, കണ്ണിന് രോഗം സുഖപ്പെടുത്തുന്നതൊക്കെ ചില ഉസ്താദന്മാർ വഴുതും പറയലുണ്ട്. അതൊക്കെ അത്തരം വഴുതലേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് തെളിവൊന്നും ആ വിഷയത്തിൽ
വന്നിട്ടില്ല. അതിപ്പോൾ ഒന്നും നൽകി തുടങ്ങിയൊന്നുമല്ല, പഴയ കാലത്തേ ഉണ്ട്. എത്രയോ കാലം മുമ്പേ അതൊക്കെ. ഇപ്പം താഴെ ഇതിന് നമ്പർ കൊടുത്ത 2ാം നമ്പറുണ്ടോ, അസ്നു മുബ്തഅത്ത് ലിൽ ശുഖൈരി അൽ മിസ്രി. അപ്പം അത് ആ കാലത്തതുണ്ടായിട്ട് അന്നത്തെ പണ്ഡിതന്മാർ വരെ അവിടെ കിതാബിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ബിദ്അത്താണ് എന്ന്. അപ്പം അന്നും അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരും. അതൊന്നും സ്ഥിരപ്പെട്ട കാര്യമല്ല. ലിഅദമി വുറൂദിഹി ഫിസ്സുന്ന, ഇതൊന്നും സുന്നത്തിൽ വന്നിട്ടില്ല. അതാണ് തെളിവ്. എന്തുകൊണ്ട് പാടില്ല വെച്ചാൽ നബി ചെയ്യാൻ പറഞ്ഞിട്ടില്ല, സുന്നത്തില്ല. ഫഹു മിൻ ബിദ്അഇൽ ജുഹാൽ അല്ലത്തി ലാ അസ്ല ലഹാ. ഇതൊക്കെ മിൻ ബിദ്അഇൽ ജുഹാൽ, ജാഹിലീങ്ങളുടെ ചില ബിദ്അത്തുകളാണ്. അല്ലത്തി ലാ അസ്ല ലഹാ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചില വിവരദോഷികളായ ആളുകൾ മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന ബിദ്അത്തുകളാകുന്നു അതൊക്കെ. അതൊന്നും പ്രത്യേകിച്ച് ഭാഗമായി സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. അല്ലാഹു എന്നെ തത്വപ്രകാരം വേണ്ട. ഇഖാമത്ത് ശബ്ദം ഉയർത്തൽ ബാധ്യത. കാരണം അവിടെ വന്ന ആളുകളോട് നിസ്കാരം ആരംഭിക്കുന്നു എന്ന് അറിയിക്കുകയാണ് ഇഖാമത്ത്. നേരത്തെ മുമ്പ് പറഞ്ഞല്ലോ, ബാങ്ക് മൊത്തം ജനങ്ങളെ നിസ്കരിക്കാൻ സമയമായി എന്ന് അറിയിക്കലാണ്. അവിടെ ശബ്ദം ഉയർത്തണം. ഇഖാമത്ത് വന്ന ആൾക്കാരോട് നിസ്കാരം തുടങ്ങുകയാണ് എന്ന് അറിയിക്കലാണ്. ഇഖാമത്ത് പുറത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ബാങ്ക് ഏതാണ്ട് ഔട്ടാവും. പിന്നെ ഇഖാമത്ത് കേട്ടിട്ടേ ആൾക്കാരോട് പുറപ്പെടുള്ളൂ. ബാങ്ക് ഇട്ടതേ ഇറങ്ങൂല. ഇഖാമത്ത് കേൾക്കുമ്പോൾ പിന്നെ ഇഖാമത്ത് എത്തുന്ന വേഗം പോവുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പം ബാങ്കിൻ്റെ സ്ഥാനത്ത് ഇഖാമത്ത് സ്ഥാനം പിടിക്കും. അത് പറയാം. പള്ളി നിറച്ച ആളുണ്ട്. ഇപ്പം ഹറമിലൊക്കെ കാണാം, ഇഖാമത്ത് മൈക്ക് കൊടുക്കും. അത് വെച്ചാൽ പള്ളിനെ വലിയ പള്ളിയാണ്, തൊള്ളോട് കൊടുത്താൽ അവിടെ കൂടെ ആൾക്കാർ മുഴുവൻ കേൾക്കൂല. ഇനി അൽ ഫസ്ലു സാമിനു അശർ, 18ാമത്തെ ഉപാധ്യായം. അത്തഅവ്വുദു വത്തസ്മിയത്തു വൽഖിറാഅത്തു ഖബ്ല അൽ അദാൻ. ബാങ്കിന് മുമ്പ് അഊദു ചൊല്ല, ബിസ്മി ചൊല്ല, ചില ആയത്തൊക്കെ ഓതുക, ഇതൊക്കെ ഉണ്ടോന്ന്. അതൊക്കെ ഓരോ നാട്ടിലുള്ളതേക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല. നമ്മുടെ നാട്ടിലും പകരം പാലുണ്ട്. അതാ മസലിയ സയ്യിദ മുഹമ്മദ് തൊട്ട് നമ്മുടെ വാങ്ങി കൊടുക്കല്. ചില നാട്ടിലിപ്പോൾ ഷെയ്ഖ് പോയ ഏതൊക്കെ നാട്ടിലുണ്ടാവും. അതോടെ അദ്ദേഹം യാത്ര പോയ ഏതൊക്കെ നാട്ടിൽ ചിലപ്പോൾ അത് അഴുതും ബിസ്മി ചൊല്ലിട്ട് വാങ്ങി കൊടുക്കുന്നുണ്ടാവും. അത് അഴുതും ബിസ്മി ചൊല്ലി എന്നിട്ട് വാങ്ങി കൊടുക്കുക. അവിടെ ഇപ്പോൾ ആയത്തോതുക എന്നിട്ട് വാങ്ങി കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള പതിവ് പല നാട്ടിലുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകമായി ഇവിടെ നൽകുന്നത്. ലാ യുസ്ഉദിൽ മുഅദ്ദിനി, മുഅദ്ദിന് ശറഅക്കപ്പെടുക ഇല്ല അത്തഅവ്വുദു, അഊദു ചൊല്ലൽ, വത്തസ്മിയത്തു, ബിസ്മി ചൊല്ലൽ, ഖബ്ല അൽ അദാൻ, ബാങ്കിന് മുമ്പ് അഊദു ചൊല്ലലോ ബിസ്മി ചൊല്ലലോ പ്രത്യേകിച്ചും സുന്നത്തൊന്നുമില്ല. ലിഅദമി വുറൂദിഹി ഫിസ്സുന്ന, ഹദീസിൽ അതൊന്നും വന്നിട്ടില്ല. ഫഹു മിനൽ മുഹ്ദസാത്ത്, ഇതൊക്കെ പുത്തൻ ആശയങ്ങളാകുന്നു, പിൽക്കാലത്ത് കയറിക്കൂടിയ മതത്തെ കൂട്ടിച്ചേർത്ത കാര്യങ്ങളാകുന്നു അതൊക്കെ. വൽ അസ്ലു ഫിൽ ഇബാദാത്തി അത്തൗഖീഫ്, ഇബാദത്തിന്റെ അസ്ല് തൗഖീഫാണ്. അഥവാ ഖുർആനും സുന്നത്തും എന്ത് വന്നോ അവിടെ നിൽക്കുക, ആണ് ഇബാദത്ത്. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എന്താണോ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാം, അതേ ചെയ്യാവൂ. ഇല്ല ളൈഫ് ഹദീസും ഇല്ല. അതിന് മുമ്പ് സ്വലാത്തല്ലാതെ ളൈഫ് ഹദീസും ഇല്ല. അത് എവിടെയും കിതാബിലും ഇല്ല, എവിടെയും അങ്ങനെ ഇല്ല. വെറുതെ ആരോ ഉണ്ടാക്കി തുടങ്ങിയാൽ അങ്ങനെ പോകുന്നതല്ലാതെ അതെവിടെയും അങ്ങനെ പ്രത്യേകിച്ചില്ല. ബാങ്കിന് ശേഷം സ്വലാത്തുണ്ട്. മുമ്പ് സ്വലാത്ത് വന്നുകൊണ്ട് ശേഷം സ്വലാത്ത് പോവുകയും ചെയ്തു. ഇപ്പം ശേഷം സ്വലാത്തുണ്ടല്ലോ, അത് ഇവിടെ എവിടെ ഇല്ല. അത് മൈക്കി കൊടുത്താൽ പിന്നെ സമാധാനം. അപ്പം മുമ്പ് ചൊല്ലിയതുകൊണ്ട് സുന്നത്ത് സ്ഥിരപ്പെട്ടത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അതാണ് ഇവിടെ ബിദ്അത്ത് ഉണ്ടായി വരുമ്പോൾ ഒരു സുന്നത്ത് നഷ്ടപ്പെടും എന്ന് സ്വഹാബികൾക്കും പറഞ്ഞ വാക്കാണ്. ഒരു ബിദ്അത്തുകൾ സ്ഥാപിക്കുന്നുവെങ്കിൽ സമാനമായ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കുകയില്ല. അപ്പോൾ ഓരോ നാട്ടിലുള്ള ഓരോരോ ബിദ്അത്തുകൾ ഇവിടെയൊക്കെ ശ്രദ്ധയിൽ വന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് അഊദു ചൊല്ല, ബിസ്മി ചൊല്ല, ഇതൊക്കെ ഉണ്ടാവാം. അതൊന്നുമില്ല. അതൊക്കെ ഫഹു മിനൽ മുഹ്ദസാത്ത്, അതെല്ലാം മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളാണ്. വൽ അസ്ലു ഫിൽ ഇബാദാത്തി അത്തൗഖീഫ്, ഇബാദാത്തിന്റെ അസ്ല് തൗഖീഫാണ്. എന്താണോ വഹയിലൂടെ പഠിപ്പിക്കപ്പെട്ടത് അതിൽ നിൽക്കുക, അതിനപ്പുറത്തേക്ക് കൂട്ടാതിരിക്കുക, അതാണ് ഇബാദത്തിന്റെ അസ്ല്. ഫമാ ലം യുഫ്അൽ
ഫി അഹ്ദി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലാ ഫി അഹ്ദി ഖുലഫാഇ റാഷിദീന മിൻ ഇബാദാത്തി മഅ വുജൂബിൽ മുഖ്തദാ. നബിതങ്ങളുടെ കാലത്ത് ഇല്ലാത്ത കാര്യങ്ങൾ, ഖുലഫാക്കളുടെ കാലത്ത് ഇല്ലാത്ത കാര്യങ്ങൾ, അന്ന് നടത്താൻ സാഹചര്യമുണ്ടായിട്ട് കൂടി അന്നില്ലാത്ത കാര്യങ്ങൾ, വഇംകാനി ഫിഅലിഹി ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും അന്നില്ല എങ്കിൽ ഫലാ യജൂസു ഫിഅലുഹു ബഅദഹും അവരുടെ ശേഷം ചെയ്യാവതല്ല. എന്നുവെച്ചാൽ അന്ന് സാഹചര്യമില്ല, അതുകൊണ്ട് ചെയ്തില്ല. ഇപ്പം സാഹചര്യമുണ്ടായി, അത് മറ്റു വിഷയം. അത് തടസ്സമുണ്ടായി, അതുകൊണ്ട് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ആ തടസ്സം നീങ്ങുമ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം തറാബീഹ് നബി 3 ദിവസം ജമാഅത്ത് നടത്തി, പിന്നെ നിർത്തിവെച്ചത് എന്തുകൊണ്ടാണ്? തടസ്സമുണ്ടായി. ആളുകൾ ആവേശം കണ്ടപ്പോൾ ഇത് ഫർളായിക്കൊണ്ട് വഹയിറങ്ങുമോ എന്ന് പേടിച്ചു. അപ്പം നബി വഫാത്തായപ്പോഴോ ആ തടസ്സം നീങ്ങി, ഇനി വഹയിറങ്ങൂല. അപ്പം അത് അസ്ലിലേക്ക് മടങ്ങുമ്പോൾ പുനഃസ്ഥാപിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒന്നുമില്ല അന്നത്തെ കാലത്ത്. വേണമെങ്കിൽ ഒരു ബാങ്കിന് മുമ്പ് ഒരു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ വേണ്ടി തടസ്സമുണ്ടോ? ഇല്ലാലും. എന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാവതല്ല. ലിഅന്നഹു മിനൽ ബിദ്അഇ അതെല്ലാം ബിദ്അത്തുകളിൽ പെട്ടതാണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാലത്തിൽ അതിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന പ്രവാചക വചനമാണ്. ഇതൊന്നും പാടില്ല എന്ന് തെളിവ്. ഈ ദീനിൽ ഇല്ലാത്ത ഒന്ന് വല്ലവനും കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടണം എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പം അതുപ്രകാരം ഇത്തരം സംഗതികളൊക്കെ തള്ളപ്പെടണം. ബാങ്കിന് മുമ്പോ ബാങ്കിന് ശേഷമോ സ്വലാത്തുകളോ അല്ലെങ്കിൽ ആയത്തോതലോ ബിസ്മി ഓതലോ അഊദു ഓതലോ അല്ലാത്തെന്തെങ്കിലും പറയലോ അതൊന്നും അങ്ങനെ ഇല്ല. ബാങ്ക് കൊടുക്കാൻ പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുക. നബി ബാങ്ക് ആരംഭിച്ചത് അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണ്. അതിന് മുമ്പ് നമ്മളിപ്പോൾ പാടുന്നതുകൊണ്ട് ആരംഭിക്കണോ? ഇല്ല, അങ്ങനെ ഒന്നില്ല. ലാ തുശ്റഉ ഖിറാഅത്തു ആയത്തിൻ ഒരു ആയത്ത് ഓതലും ശർആക്കപ്പെടുകയില്ല. ഔ സൂറത്തിൻ മിനൽ ഖുർആൻ അല്ലെങ്കിൽ സൂറത്ത് ഓതൽ, ഔ അക്സർ അല്ലെങ്കിൽ ഒന്നിലേറെ ആയത്ത്, കുറേ ആയത്ത് ഓതുക, ഔ ഖിറാഅത്തി ബഅദി അശ്ആരി പ്രത്യേകമായ കവിതകൾ ചൊല്ലുക, ഫിൽ മുക്കബ്ബിർ മൈക്കിലൂടെ, ഔ ഗൈരിഹി അല്ലാതെയും ഇതൊന്നും ശർആക്കപ്പെട്ടതല്ല. ഓരോ നാട്ടിലുണ്ടാവും ഇതൊക്കെ. രണ്ടു വരി കവിത ചൊല്ല, ബാങ്കിന് മുമ്പ് ചിലപ്പോൾ നിസ്കാരത്തിനെ പറ്റി എൻ്റെ ഫضല് പറയുന്ന അങ്ങനത്തെ ഉണ്ട്. ഇമാം ഷാത്തിബിൻ്റെ ഇത്തിസാമിലേക്ക് കാണാം അന്നത്തെ കാലത്തുണ്ടായ ഒരുപാട് ബിദ്അത്തുകൾ. ആളുകൾ ബാങ്ക് ഇട്ടിട്ട് മാത്രം പള്ളിയിലേക്ക് വരുന്നില്ല. ആ ബാങ്ക് കൊടുത്ത് 5 കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉണർത്തുന്ന അതിൻ്റെ മഹത്വം പറയുന്ന ചില എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊന്നും ശർആക്കപ്പെട്ടതല്ല. കമാ ലാ തുശ്റഉ ഖിറാഅത്തു ബഅദി അശ്ആരി ഫിൽ മുക്കബ്ബിർ ഔ ഗൈരിഹി മൈക്കിലൂടെ കവിതകളോ മറ്റോ ചില സുന്നത്തില്ലാത്തത് പോലെ തന്നെ ലിമാ സബഖ ദിക്റുഹു ഫിൽ മസ്അലത്തിൽ മാദിയ നേരത്തെ പറഞ്ഞ മസ്അലയിൽ അതൊക്കെ പറഞ്ഞു. അപ്പം അതൊന്നും ബാങ്കിൻ്റെ ഭാഗമായി സുന്നത്തല്ല. അതെല്ലാം പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ബിദ്അത്തുകളാകുന്നു. ഇനി അന്നഹ്നഹ വൽളർബ് ബിത്തൊബിൽ വഗൈരിഹി ഇൻദൽ അദാൻ ബാങ്ക് വിളിക്കുമ്പോൾ ഒന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കുക, ആദ്യം കുരച്ച് ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ബാങ്കാണ് തുടങ്ങുക. അല്ലെങ്കിൽ പ്രത്യേകമായ മുട്ട്, ഒരു തബല മുട്ടുക, അതുപോലുള്ള വല്ലതും അതൊന്നും ശർആക്കപ്പെട്ടതല്ല. ലാ യജൂസു ലിൽ മുഅദ്ദിനി അൻ യദ്രിബ ബിത്തൊബലി വനഹ്ബിഹി തബലയോ മറ്റോ മുട്ടലൊന്നും ശർആക്കപ്പെട്ടതല്ല. ഖബലൽ അദാനി ബാങ്കിന് മുമ്പ്. കമാ യഫ്അലുഹു ബഅദുഹും ഫീ ഹാദൽ അസ്ർ ഈ കാലഘട്ടത്തിൽ ചിലരൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ കടപ്പത് ചെയ്യുന്ന നാടുകളുണ്ട്. ബാങ്ക് കൊടുക്കുന്ന മുമ്പ് ആദ്യം ഒരു 4 മുട്ട് എന്നിട്ട് പിന്നെ ബാങ്ക് കൊടുക്കുക. അതൊന്നുമില്ല. ലിഅന്ന അൽളർബ ബിത്തൊബലി മുഹറമൻ ഫിൽ അസ്ൽ തബല മുട്ടുക എന്നത് അസ്ലിൽ ഹറാമായ കാര്യമാണ്. ഫഫിൽ ഇബാദത്തി ഔലാ അപ്പോൾ ഇബാദത്തിലോ ഏതായിരുന്നാലും പറ്റൂതല്ലോ. ഇബാദത്ത് അല്ലാതെ തന്നെ പറ്റൂല. ഇബാദത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നാലോ ഗൗരവം കൂടുകയും ചെയ്യും. വലാ യുശ്റഉ ശർആക്കപ്പെടുകയില്ല അയ്യതനഹ്നഹ ഖബലൽ അദാൻ ബാങ്കിന് മുമ്പ് തൊണ്ടയനക്ക തനഹ്നുഹ് ഒന്ന് നന്നായി ഒന്ന് കുരച്ച് ഒന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നാണ്ട് ബാങ്ക് കൊടുക്കുക. അത് സൗണ്ട് നന്നാക്കുകയാണെങ്കിൽ ഓക്കെ. ഇതല്ല, ആൾക്കാർ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒന്ന് ആദ്യം ഒരു 4 ഊത്ത് അല്ലെങ്കിൽ ഒന്ന് കുരക്കുക. അല്ലെങ്കിൽ ബാബൻ വാതിലിന് മുട്ടുക, ഒരു 4 മുട്ട വാതിൽ കൂടി എന്നിട്ടാണ് പിന്നെ ബാങ്ക് കൊടുക്കുക. ഔ ഗൈരിഹി ഇതൊന്നും ശർആക്കപ്പെടില്ല. മാ സബഖ ദിക്റുഹു ഖരീബൻ ഫി തസ്മിയത്തി ഖബല അദാൻ തൊട്ടുമുമ്പത്തെ ബാബിൽ പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഇതിലെല്ലാം ഉള്ളത്.
ഇനി അതേപോലെ മറ്റൊന്നാണ് അടുത്ത ഉപാധ്യായം, അത്തസ്വീബു വത്തംബീഹു ബഅദൽ അദാനി വഖബ്ല. ബാങ്കിന് മുമ്പോ ബാങ്കിന് ശേഷമോ ഒക്കെ തസ്വീബ്, സവാബിനെ പറയുക. സവാബിനെ പലതായിട്ടുള്ളതാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് മുമ്പ് സൊല്ലു റഹിമക്കുമുല്ലാഹ് എന്ന് പറയാം. സ്കരിച്ചോളി അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അല്ലെങ്കിൽ ബാങ്കിന് മുമ്പ് അങ്ങനത്തെ വല്ലതും പറയാം. ഇങ്ങനെയൊക്കെ പലതും വിളിച്ചു പോയ ശൈലികൾ പല കാലത്തുമുണ്ട്. അത് ആദ്യകാലം മുതലേ ഉണ്ട്. സ്വഹാബത്തിന് താബീങ്ങൾ കാലം കഴിഞ്ഞ തൊട്ടു ഉടനെ മുതൽ അത്തരം കാര്യങ്ങൾ പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം മാലിക്കിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിട്ട് ഇമാം മാലിക് പറഞ്ഞ് കാണാൻ പറ്റും ളലാലത്താണെന്നൊക്കെ, ഇത് വഴികേടാകുന്നു എന്ന് ഇമാം മാലിക് പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇബ്നു ഉമർ അങ്ങനെ ഒന്ന് കേട്ടത് പറയുന്നുണ്ട്. ഇബ്നു ഉമർ ളുഹറിന് പള്ളി എന്നപ്പോൾ ഇതേമാതിരി ഒന്ന് അതിനെ കൂടെ വിളിച്ചു പറഞ്ഞു കേട്ടു. ഇബ്നു ഉമർ പള്ളിക്ക് നിന്ന് ഇറങ്ങിപ്പോയി, വാ നമുക്ക് ഈ പള്ളി വേണം പോവാ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ പോയതാണ്. അത്ര ഗൗരവത്തിലാണ് അവരൊക്കെ അതിനെ കണ്ടത്. ഷർആക്കപ്പെടുകയില്ല ബാങ്കിന് ശേഷം പറയുക. ഇദാ അബ്ത അന്നാസ്, ജനങ്ങൾ ഒന്ന് താമസിക്കുന്നുവെങ്കിൽ. ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുക്കാൻ സമയമായിട്ട് ഒറ്റ കുട്ടിയും വന്നില്ല പള്ളിക്ക്, ഒരാളും കാണുന്നില്ല, ആരും വരുന്നില്ല. എന്താ ആൾക്കാർ ഈ ബാങ്കൊക്കെ കേട്ടിട്ട് ഒഴുന്നില്ലല്ലോ, എന്നാൽ ഒന്നും കൂടി ഓർമ്മയാക്കുക. ഒരു മൈക്ക് ഓണാക്കിയാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉണർത്തൽ, അത് ഷർആക്കപ്പെട്ടതല്ല. അതാണ് തസ്വീബ് എന്നറിയപ്പെടുന്നത്. സവാബിനെ പറയുക, പ്രതിഫലത്തെ പറയുന്ന രീതികൾ അത് ഷർആക്കപ്പെടുകയില്ല. അവിടെ നമ്പർ 3 കാണാം, താഴെ നമ്പർ 2 അല്ലേ? 3 മോളത്തിൽ 2 ഉണ്ട്. അവിടെ ഇമാം ഷാത്തബി പറഞ്ഞ സംഭവം കൊടുക്കുന്നുണ്ട്. ഖല ഷാത്തബി അൽ മാലിക് ഫിൽ ഇത്തിസാം. കണ്ടോ, ഇമാം മാലിക്കിൻ്റെ സംഭവം പറഞ്ഞുകൊണ്ട് ഇമാം ഷാത്തബി 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ കിതാബാണ് കിതാബ് ഇത്തിസാം. ആ കിതാബിൽ അദ്ദേഹം പറഞ്ഞൊരു ഭാഗം ഇദ്ദേഹം എടുത്തു കൊടുക്കുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാ ഇത് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കി. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, വഖദ് ഖാല ഫി തസ്വീബി ഇന്നഹു ളലാലുൻ. ഇമാം മാലിക് റഹിമഹുല്ലാ ഈ തസ്വീബിനെ പറ്റി പറഞ്ഞത് അത് ളലാലാണ്, വഴികേടാണ് എന്നാണ്. അത് വ്യക്തമാണ്. കാരണം കുല്ല മുഹ്ദസൻ ബിദ്അ, അത് കൂട്ടിച്ചേർക്കപ്പെട്ട ബിദ്അത്താണ്. അതിലൊന്നും അവർ യാതൊരു ഇളവും നൽകിയിട്ടില്ല. എന്നിട്ട് ഇസ്ലാം അദ്ദേഹം പറയാം, അദ്ദേഹം ബിൽ മഗ്രിബി അൽ മുതസമ്മ ബിൽ മഹ്ദി തസ്വീബൻ ഇന്ന തുലൂഇൽ ഫജ്ർ. മൊറോക്കോയിൽ അവിടുത്തെ ഒരു ഭരണാധികാരി അയാൾ ഒരു പുതിയ സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സുബീക്ക് ബാങ്ക് കൊടുത്തിട്ട് അവിടുന്ന് പറയും അസ്ബഹ വലില്ലാഹിൽ ഹംദ് എന്ന് പറയും. സുബീൻ്റെ ബാങ്കിന് സമയത്ത് അസ്ബഹ വലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാഹ് നേരം പുലർന്നു, ഇത് അതിൽ പെട്ടതാകുന്നു അദ്ദേഹം പറയാം. അതേപോലെ പിന്നെ എന്തിനാത് പ്രഭാതം വെളിവായി എന്ന് അറിയിക്കാൻ ആളുകൾ ഇബാദത്തിന് വരാൻ, പള്ളിയിലേക്ക് വരാൻ, ഇതിനു വേണ്ടിയൊക്കെയാണ്. അത് പറ്റൂല എന്നാണ്. അതേപോലെ മഗ്രിബി, മൊറോക്കോക്കാരിലേക്ക് ഇതേപോലെ ഇവിടുന്ന് കിട്ടിപ്പോയ ഒന്നാണ് അൽ ഹിസ്ബുൽ മുഹ്ദസ് ബിൽ ഇസ്കന്ദരിയ. അലക്സാണ്ട്രിയയിൽ ചില സ്ഥിരം ചൊല്ലുന്ന ചില ഹിസ്ബുകളുണ്ട്. ബാങ്കിന് മുമ്പും ബാങ്കിന് ശേഷമൊക്കെ ചെല്ലുന്ന ചില പ്രത്യേകമായ ദിക്റുകൾ, അത് ചൊല്ലിയിട്ടാണ് ഒരു ബാങ്ക് കൊടുക്കുക. അത് അലക്സാണ്ട്രിയയിലുണ്ട്. ആ അലക്സാണ്ട്രിയയിൽ നിന്ന് മൊറോക്കക്കാർ അത് ഏറ്റുവാങ്ങി പോലും തുടങ്ങിയെന്ന്. അലക്സാണ്ട്രിയയിൽ കണ്ടപ്പോൾ അത് തരക്കണ്ടില്ലല്ലോ, നമുക്കും ആവാം. അങ്ങനെ ഈ നാട്ടിലേക്കും അത് എത്തിയിരിക്കുന്നു. അതും ഇതിൽപ്പെട്ടതാകുന്നു. സ്പെയിനിലെ എല്ലാ ജുമുഅത്ത് പള്ളിയിലും ഇന്നത് പതിവുണ്ട്. സ്പെയിനിലെ ഇതെന്നാ എഴുതുന്നത് 8-ാം നൂറ്റാണ്ടിൽ, 600 കൊല്ലം മുമ്പ് സ്പെയിനിലെ എല്ലാ ജുമുഅത്ത് പള്ളിയിലും അത് പതിവുണ്ട്. അതൊക്കെ ഇത്തരം ബിദ്അത്താകുന്നു. അതൊക്കെ പള്ളികളിൽ ഇന്ന് സുന്നത്തായി മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ അതില്ലാഞ്ഞാൽ ഭയങ്കര ആക്ഷേപം. എന്തേപ്പം ബാങ്ക് കൊടുക്കുമ്പോൾ ഉസ്താദ് സ്വലാത്തല്ലാഞ്ഞു, ഉസ്താദ് എന്തേപോലെ ചെറിയ വഹാബിയത്തിട്ടുണ്ടോ എന്നാണ് പിന്നെ ചർച്ച വരിക. അപ്പം ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥിരപ്പെട്ട സുന്നത്തുകളായി ഇന്ന് ആളുകൾക്കിടയിൽ അത് മാറിയിരിക്കുന്നു. ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ടോ, അന്ന് അദ്ദേഹം എഴുതിച്ച ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ ബിദ്അത്തുകൾ എണ്ണിപ്പറഞ്ഞ അദ്ദേഹം പറയാണ് ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നെ ഇപ്പം ഇന്നത്തെ കാലത്തുള്ള ഇതിന് അത്ഭുതമില്ലല്ലോ, ഇന്നിപ്പോൾ സലാത്തല്ലേ ഉള്ളൂ, പറഞ്ഞില്ലല്ലോ. അന്നിപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് എത്രയോ അവിടുന്നൊക്കെ എത്ര മെച്ചെന്ന് വിചാരിക്കാം നമ്മുടെ നാടുകളിൽ. അപ്പം ഇതൊന്നും ബാങ്കിൻ്റെ ഭാഗമല്ല, അങ്ങനെ നമ്മൾ ഇവിടെ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല.
അത് മൈക്കുണ്ടാവില്ല, മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവാം. ഉയർന്ന സ്ഥലത്ത് കയറിയിട്ടോ പ്രത്യേകം ശബ്ദം കൂട്ടാനെന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഒരു പക്ഷെ അത് ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പൊ ഇതൊന്നും സുന്നത്തായ കാര്യമല്ല. ഇതാണ് തസ്വീബ് എന്നറിയപ്പെടുന്നത്. ലിമാ സബഖ ദിക്റുഹു ഖലീബൻ ഫി തസ്മിയതി ഖബ്ല അൽ അദാൻ. നേരത്തെ പറഞ്ഞു ബാങ്കിന് മുമ്പ് ബിസ്മില്ലാ പറ്റില്ലാന്നല്ലോ. ആ ഗണത്തിലാണ് ഇതൊക്കെ വരിക. വലിമാ സബത അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമറിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതും ഇതിന് തെളിവാണ്. അന്നഹു ലമ്മാ സമിഅ തസ്വീബ ഫിൽ ളുഹ്രി അവിൽ അസ്ർ, ഒരു ളുഹറിലോ അല്ലെങ്കിൽ അസ്റിലോ ബാങ്കിന്റെ കൂടെ ഈ തസ്വീബ് ഇബ്നു ഉമർ കേട്ടു. ഖാല ലിമൻ മഅ, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു, ഉഖ്റുജ് ബിനാ, വാ നമുക്ക് പോകാം. ഫഇന്ന ഹാദിഹി ബിദ്അ, ഇത് ബിദ്അത്താകുന്നു, ഇവിടെ നിൽക്കണ്ട, നമ്മൾ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞ് ഇബ്നു ഉമർ കൂടെയുള്ള ആളോട് പറഞ്ഞു വന്നത് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. ഇമാം അബൂദാവൂദ്, ഇമാം തബറാനി, ഇമാം ബൈഹഖി എന്നിവരൊക്കെ ഉദ്ധരിച്ച ഒരു സംഭവമാണിത്. അപ്പൊ ഇതും അത് തെളിവാണ്. അപ്പൊ സ്വഹാബിമാർ ആ ഗണത്തിലാണ് അതിനെ കണ്ടത് എന്നർത്ഥം. വലിഹാദാ, ഈ കാരണത്താൽ ഫഇന്നമാ യഫ്അലുഹു ബഅദുൽ മുഅദ്ദിനീന ഫീ ഹാദൽ അസ്ർ, ഈ കാലഘട്ടത്തിൽ ചില മുഅദ്ദിനുമാർ ചെയ്യുന്ന കാര്യം തംബീഹി, ഉണർത്തുക, ഫീ മുകബ്ബിരി സൗത്തി ഔ ഗൈരിഹി, മൈക്കിലൂടെയോ അല്ലാതെയൊക്കെ ഒരു ജനങ്ങളെ ഉണർത്താൻ വേണ്ടി അവർ പറയും. കഖൗലിഹി സ്വല്ലൂ എന്ന് പറയും. ബാങ്കിന് മുമ്പോ ബാങ്കിന് ശേഷമോ അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ ഒന്ന് മൈക്കോളാക്കിയിട്ട് സ്വല്ലൂ, അല്ലെങ്കിൽ ഔ അസ്സലാ അസ്സലാ യർഹമുക്കുമുല്ലാഹ് എന്നൊക്കെ പറയുക. ഔ നഹ്വു ദാലിക്, ഇതുപോലതൊക്കെ പറയുക എന്നുള്ളത് അഹ്മദുൻ ഗൈറു മശ്റൂഅ്, അതും ശർഅ് നിശ്ചയിച്ചിട്ടില്ലാത്ത പ്രവർത്തനങ്ങളാകുന്നു. അപ്പം അങ്ങനെയൊന്നുമില്ല. ബാങ്ക് കൊടുക്കാൻ അല്ലാഹ് പഠിപ്പിച്ചു, റസൂൽ പഠിപ്പിച്ചു, ബാങ്ക് കൊടുക്കുക. അതിൻ്റെ ഭാഗ ആ ബാങ്ക് കൊണ്ട് മതിയാകണില്ല, അത് ആളുകൾക്ക് അതുകൊണ്ട് മാത്രം കൊണ്ട് ശ്രദ്ധയില്ല, വേറെ വല്ലതും വേണം, അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ കൂട്ടിച്ചെടുക്കാൻ. നമ്മോട് എന്താണ് ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യാം. അത് കേട്ട് വരുന്നോ പറ്റേ വരാത്തോന് ഓൻ്റെ ബാധ്യത നിർവഹിക്കുന്നില്ല എന്നല്ലാതെ അതുകൊണ്ട് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ നമുക്ക് വകുപ്പില്ല എന്നാണ് അദ്ദേഹം ഇത്രയും വ്യക്തമായി ഇവിടെ പറയുന്നത്. അവിടുന്ന് താഴെ നമ്പർ 2 ഇട്ട് കൊടുത്ത് കാണാൻ പറ്റും. ഇബ്നു ഉസൈമീൻ ഫത്വയിലൊക്കെ പറഞ്ഞ ഭാഗമാണിത്. എന്നിട്ട് അവിടെ വീണ്ടും വഖാല ശാത്തിബി ഫിൽ ഇത്തിസാം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ശാത്തിബി ഇത്തിസാമിൽ പറഞ്ഞ മറ്റു ചില സംഭവം കൂടി അദ്ദേഹം അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇമാം ശാത്തിബിയുടെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഇത്തരം പല സംഗതികൾ അവസാനം രാജാവ് മാറി പുതിയ ഭരണം വന്നപ്പോൾ അതൊക്കെ നീക്കം ചെയ്തൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ഭരണാധികാരി വന്ന് അദ്ദേഹത്തെ കാലത്ത് ഇപ്പോൾ ഇതൊക്കെ വിദഗ്ധത മനസ്സിലായപ്പോൾ അദ്ദേഹം അതൊക്കെ അവിടുന്ന് പള്ളിക്ക് നിന്ന് നിരോധിക്കുകയും ഒന്നും പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തൊക്കെ അദ്ദേഹം ശേഷം ഇവിടെ കൊടുക്കുന്നു. ഏതായാലും എന്താണോ വഹയിലൂടെ കിട്ടിയത്, ഖുർആനും സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ടത്, അതിൽ പരിമിതപ്പെടുക, അതിൽ മാത്രം ഒതുങ്ങുക, അതാണ് ഇബാദാത്തിൻ്റെ അസ്ലി. അവിടെ നമ്മളെ വക വേറെ കൂട്ടാനൊന്നും പാടില്ല. വല്ലാഹു അഅലം. ഇനി അടുത്ത ബാബതാണ് ബാങ്കിന് മുമ്പ് സ്വലാത്ത് ഉണ്ടോ എന്നാണ്. ബാങ്കിന് മുമ്പ് സ്വലാത്തെല്ലാം പറ്റുമോ, അതാണ് ഇനി അടുത്ത ബാബിൽ വരുന്ന ഒരു ചർച്ച. അതേപോലെ ബാങ്കും ഇഖാമത്തും ആവർത്തിക്കാൻ പറ്റുമോ എന്നാണ്. ഒന്നിലേറെ വട്ടം ബാങ്ക് കൊടുക്കുക, 2 വട്ടം ഇഖാമത്ത് കൊടുക്കുക, അതൊക്കെ പറ്റുമോ എന്നതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വരും. അതുമാത്രമല്ല, ബാങ്കിന് ഭാഗമാകൽ മാത്രമല്ല കാരണം പറഞ്ഞു, അതൊരു കാരണമാണ്. പല കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാണ് ഇത് ബാങ്കിലേക്ക് കൂട്ടിച്ചേർക്കലായി മാറും. മറ്റൊന്ന് ശറഇൽ അങ്ങനെ ഒന്നുമില്ല. അപ്പം ഏത് ഭാഷയിൽ പറഞ്ഞാലും ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഏറ്റവും അവസാനം വായിച്ചതിൻ്റെ ആടിക്കുറിപ്പിൽ ഇമാം ഷാത്തിബി പറഞ്ഞ അവിടെ കാണണ്ട തസ്വാലീത്തുൽ ഇസ്ലാം, ഖിയാം തസാലീത്ത് എന്നൊക്കെ അവിടെ പറയുമായിരുന്നു എന്ന്. അതുപോലെ നാട്ടിൽ ഓല ഭാഷയിൽ ഒരു പറഞ്ഞാണ്. അതൊന്നും പാടില്ല എന്നാണ് അവിടെ പ്രത്യേകം എടുത്തു കൊടുത്തത്. വല്ലാഹു അഅലം. ഏതായിരുന്നാലും പഠിച്ചത് അമൽ ചെയ്യാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.